വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഹലോ, വബറകാതുഹു. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഒന്ന് അവരെ അഡ്മിൻ ആക്കണേ സി. തുടങ്ങിക്കോ ഷാക്കിര ടീച്ചറെ. മ്യൂട്ട് ആയിട്ടാ ഉള്ളത്, അൺമ്യൂട്ട് ആക്കിട്ട് സംസാരിച്ചോ. ഷാക്കിര ടീച്ചർ കേൾക്കുന്നില്ലേ? ടീച്ചർ കേൾക്കുന്നില്ല എന്ന് തോന്നുന്നല്ലോ. ടീച്ചർ പറയുന്നുണ്ടാവോ? അല്ല, അവരെ അഡ്മിൻ ആക്കിയിട്ടില്ല. ഞാൻ എല്ലാരെയും മ്യൂട്ട് ചെയ്തിന്. ഇങ്ങനെ സൗണ്ട് വരുന്നോണ്ട്. ഞാൻ ആക്കിനി, അഡ്മിൻ ആക്കിനി. ശരി, ഇപ്പൊ തുടങ്ങുവാണേ. ആ ശരി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അർസലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രികൂൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദ് ഫഇന്നൽ ഖൈറ കലാമി കലാമുല്ലാഹ് വഖൈറ സുനനി സുനനി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വശർറൽ ഉമൂരി മുഹദസാത്തുഹാ കുല്ല മുഹദസത്തിൻ ബിദ്അ കുല്ല ബിദ്അത്തിൻ ളലാല കുല്ലു ളലാലത്തിൻ ഫിന്നാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലാ തകൂനൂ കല്ലതീ നഖളത് അസ്ലഹാ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാസാ. സദഖല്ലാഹുൽ അലീം. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബിശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, ഈമാനുള്ള മുഅ്മിനീങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു നമ്മുടെ ഇരുത്തത്തെ, ഈ ഒരുമിച്ച് കൂടലിനെ ഒരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാകട്ടെ. ജീവിതവും ജീവിച്ചു തീർത്ത നിമിഷങ്ങളെല്ലാം തന്നെ അള്ളാഹുവിന്റെ പരിശോധനയ്ക്ക് വിധേയമാക്കപ്പെടുമെന്ന് ഖുർആൻ ആവർത്തിച്ചുണർത്തുന്നു. ഈ ദുനിയാവും ഈ ദുനിയാവിലെ സകലമാന സംവിധാനങ്ങളും
മനുഷ്യ, നിന്റെ നന്മയ്ക്ക് വേണ്ടി ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നീ പരലോകത്തിലൊരു ഭവനം നന്നായി പണിയണം. നിന്റെ ശാശ്വതവാസത്തിനുള്ള, ജീവിതത്തിനുള്ള, വിജയപ്രദമാകാൻ ആവശ്യമായ വിഭവങ്ങളൊക്കെ കരുതി എൻ്റെ അടുക്കലേക്ക് വരണം. അതിനാണ് ഈ ദുനിയാവിലെ സമയങ്ങൾ തന്നിരിക്കുന്നത്. ഈ ദുനിയാവിൽ ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്ന സമയമെല്ലാം തന്നെ ഞാൻ പരിശോധിക്കുമെന്ന് ഖുർആൻ പറഞ്ഞു. അങ്ങനെ ആ പരിശോധനാ വേദിയിൽ എത്തപ്പെടുമ്പോൾ നമ്മൾ ഇരിക്കുന്ന ഈ കുറഞ്ഞ സമയത്തിന് അർഹമുർ-റാഹിമീനായ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞകാല ജീവിതത്തിൽ വിസ്മൃതിയുടെ സദസ്സിൽ ഇരുന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ ഇരിക്കുന്ന സമയം, അള്ളാഹുവിനെ സ്മരിക്കുന്ന ഈ സമയം കഴിഞ്ഞകാല സമയത്തിന് പകരമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് സംഭവിച്ചു പോയ എല്ലാ വീഴ്ചകളും ഗഫൂർ റഹീമായ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം ശ്രദ്ധയോടെ ജീവിക്കുവാൻ, പാഴാക്കി കളയാൻ ഒരു നിമിഷവും ബാക്കിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നല്ല നിലക്ക്, നല്ല വർത്തമാനം, നല്ല പ്രവർത്തനങ്ങള്, നല്ല ചിന്തകള്, അള്ളാഹുവിനെ കുറിച്ചുള്ള സദ്വിചാരം, നല്ല ചിന്ത, കാരുണ്യവാനെ കുറിച്ച് നല്ലത് ചിന്തിക്കുന്നത്, അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളായി ഇറക്കുന്നത്, അള്ളാഹു എനിക്ക് ഹിദായത്ത്, അള്ളാഹിനെ കുറിച്ചുള്ള നല്ല ചിന്ത ഏറ്റവും മികച്ച സൽക്കർമ്മമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതൊക്കെ ഓർത്തുകൊണ്ട് ശിഷ്ടകാല ജീവിതം നല്ല ഒരു ടൈം ടേബിളിൽ കൊണ്ടുപോകുവാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, മുഅ്മിനീങ്ങളെ, ഇന്നി യുഹിബ്ബുക്കും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ സ്നേഹിക്കുന്നുവെന്ന് തുടക്കത്തിലെ ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ ഇഷ്ടം അള്ളാഹുവിന്റെ പേരിൽ സ്നേഹിക്കുകയും ഒരുമിക്കുകയും വേർപിരിയുകയും ചെയ്യുന്നവർക്ക് അള്ളാഹുവിന്റെ അർശിന്റെ തണൽ ഓഫർ ചെയ്യുന്നുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ഈ സ്നേഹബന്ധം എന്നെന്നും അള്ളാഹു ഈ ദുനിയാവിൽ നിന്ന് പിരിയുവോളം അല്ല, നാളെ ആഖിറത്തിൽ അർശിന്റെ തണലിൽ അവസാനം ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിക്കുവോളം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. സഹോദരിമാരെ, മുഅ്മിനാത്തുകളെ, നമ്മൾ റമദാന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുകയാണ്. എത്ര പെട്ടെന്നാണ് 26 ദിവസം നമ്മൾ നിന്ന് കടന്നുപോയതെന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കണം. ഞാൻ ക്ലാസിന്റെ ആദ്യത്തിൽ പറഞ്ഞു, റമദാൻ തുടങ്ങുന്നതിന്റെ ആദ്യത്തിൽ പറഞ്ഞു, റമദാൻ മാസം 3 സെക്ഷനായിട്ടാണ് മനുഷ്യനെ വിഭജിച്ചിരിക്കുന്നത്. റമദാനിലെ നോമ്പിന്റെ സെക്ഷൻ പറഞ്ഞു, സാധാരണക്കാരുടെ നോമ്പുണ്ട്, വിശിഷ്ടരുടെ നോമ്പുണ്ട്, അതിവിശിഷ്ടരുടെ നോമ്പുണ്ടെന്ന്. സാധാരണക്കാരെന്ന് വെച്ചാൽ സുബഹിക്ക് മുമ്പ് നോമ്പിലേക്ക് പ്രവേശിക്കും, എന്നിട്ട് കുറച്ച് സമയം, അധിക സമയവും നോമ്പാണെന്നറിയാമെങ്കിലും കാര്യമായിട്ടൊന്നും ചെയ്യത്തില്ല, ഫർള് നമസ്കാരമൊക്കെ നിർവഹിക്കും, ജസ്റ്റ് ഒരു അത്യാവശ്യം ഇങ്ങനെ ഓടിച്ചിട്ടൊരു ഖുർആൻ ഓതലൊക്കെ ഉണ്ട്, പിന്നെ ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ധർമ്മം ചെയ്യും, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ഇങ്ങനെ നോമ്പ് മാസമാണെന്ന് അറിയാം, അതിന്റെ ആദരവുണ്ട്. പക്ഷെ കാര്യമായ ജാഗ്രതയൊന്നും പാലിക്കാതെ ഒരു ഓർഡിനറി ആയിട്ട് സൽക്കർമ്മം ചെയ്ത് ഇങ്ങനെ നോമ്പ് തുറന്ന് അങ്ങനെ പോകുന്ന ആൾക്കാർ, അത്താഴം കഴിച്ചിട്ടും നോമ്പ് തുറന്നിട്ടൊക്കെ പോകുന്ന ആൾക്കാർ, ഇതാണ് സാധാരണക്കാരെന്ന് ഞാൻ ആ ക്ലാസിന്റെ ആദ്യത്തിൽ പറഞ്ഞു. രണ്ടാമത് വിശിഷ്ടരാണെന്ന് പറഞ്ഞു. അവർ നോമ്പിലേക്ക് വന്നാൽ അധിക സമയം ഇബാദത്തിൽ മുഴുകുമായിരുന്നു. അത്യാവശ്യം ഭൗതിക കാര്യങ്ങൾക്ക് മാത്രം പോയിട്ട് അധിക സമയവും അള്ളാഹുമായി ബന്ധപ്പെട്ട് അവരുടെ ഈമാനും ഇഖ്ലാസും ഇഹ്സാനും ഒക്കെ പരിശോധിച്ചിട്ട് വളരെ കൂടുതൽ സമയം ഇബാദത്തിലായിട്ട് മുഴുകുന്ന രണ്ടാമത്തെ സെക്ഷനെ പറ്റി പറഞ്ഞു. അത് വിശിഷ്ടരുടെ ലിസ്റ്റാണ് പറഞ്ഞത്. മൂന്നാമതായിട്ട് പറഞ്ഞത് അതിശ്രേഷ്ഠർ, അതിവിശിഷ്ടർ, ചൂസൺ പീപ്പിൾ, സെലക്ടഡ് അടിമകളെ കുറിച്ച് പറഞ്ഞു. അവര് റമദാൻ ഒരു മാസം പൂർണ്ണമായും അങ്ങ് ഒഴിഞ്ഞിരിക്കുമായിരുന്നു. അവർ ബാക്കി ദുന്യവിയായ കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാതെ അതെല്ലാം ഷഅബാ മാസത്തിലെല്ലാം കറക്റ്റ് ചെയ്തെല്ലാം വെച്ചിട്ട് ഒന്ന് സ്വസ്ഥമായിട്ട് വത്തബത്തൽ ഇലൈഹി തബ്തീല, റബ്ബുമായിട്ട് ഒഴിഞ്ഞിരുന്ന്
അവര് പരലോകത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് പ്രതിഫല നാളിനെ സത്യപ്പെടുത്തിക്കൊണ്ട് കാര്യമായി ജാഗ്രത പാലിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്യുന്നവർ. ഈ 3 വിഭാഗം ഞാന് നിങ്ങളോട് പറഞ്ഞു എന്നതാണ് എൻ്റെ ഓർമ്മ. എന്തായാലും റമദാൻ അവസാനിക്കുമ്പോഴും ഒരു സത്യവിശ്വാസി ആത്മവിചാരണയുടെ നാളുകളിലാണ്. ഈ സമയത്ത് ചെലവാക്കേണ്ട ആത്മാവിനോട് വിചാരണ ചെയ്തുകൊണ്ടിരിക്കേണ്ടുന്ന സമയത്തിലൂടെയാണ് നമ്മൾ അതിജയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും 3 വിഭാഗം ഈ ആദ്യം പറഞ്ഞ ജനതയെ തന്നെ വീണ്ടും പറയുന്നുണ്ട്. റമദാൻ അവസാനിക്കുമ്പോഴും മനുഷ്യർ 3 വിഭാഗമായി തിരിയുന്നുണ്ട്. റമദാന്റെ അവസാന നാളുകളിൽ എത്തപ്പെടുമ്പോഴും മനുഷ്യവർഗം 3 വിഭാഗമാകും. അതിലൊന്ന് ഒരു വിഭാഗം എന്ന് പറയുന്നത് അവർക്ക് റമദാൻ അവസാനിക്കുമ്പോൾ പഠിച്ചവനെ സമയമെല്ലാം പോയി തീർന്നു, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അള്ളാഹുവേ കുറച്ചും ദിവസം കൂടെ കിട്ടിയാ മതിയായിരുന്നു, വിചാരിച്ച പോലൊന്നും ചെയ്യാൻ പറ്റിയില്ല, എത്ര പെട്ടെന്നാണ് ഇങ്ങനെ ആവലാതിപ്പെട്ട് മനസ്സിലൊരു തൃപ്തി ഇല്ലാത്തൊരവസ്ഥ, ഒന്നും ചെയ്തില്ല എന്നൊരു തോന്നല്. എന്നാൽ നോമ്പ് പിടിച്ചിട്ടൊക്കെ ഉണ്ട്, ജസ്റ്റ് ഖുർആൻ ഓതിയിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ധർമ്മം ചെയ്തിട്ടില്ല, എന്നാലും ആത്മാവ് കുറ്റപ്പെടുത്തുന്നു. മനസ്സിങ്ങനെ ആത്മാവ് കുറ്റപ്പെടുത്തുന്നു. ഇത്രയും ദിവസം 26 ദിവസം കഴിഞ്ഞു പോയിട്ടും കാര്യമായൊന്നും സമ്പാദിച്ചില്ല, ഒന്നും തൃപ്തി വരാത്ത ഒരു വിഭാഗം. ഇതാണ് ഒന്നാമത്. റമദാന്റെ ആദ്യത്തിലെ 3 വിഭാഗത്തെ പറ്റി ക്ലാസിന്റെ ആദ്യത്തിൽ പറഞ്ഞു. റമദാൻ തുടങ്ങുന്ന 1-ാമത്തെ ദിവസം പറഞ്ഞു. ഇത് റമദാൻ അവസാനിക്കുമ്പോഴും മനുഷ്യർ 3 വിഭാഗമാകുന്നു. അതിലൊരു വിഭാഗമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. റമദാൻ അവസാനിക്കുമ്പോൾ അവർക്ക് കുറ്റബോധം, ഒന്നും ചെയ്തില്ല എന്ന് അവരുടെ മനസ്സ് കറക്റ്റ് ആൻസർ, തൃപ്തി വന്നിട്ടില്ല, ദിവസങ്ങൾ പാഴായി പോയി എന്നൊരു തോന്നല്. ഇനി 2-ാമത്തെ വിഭാഗം എന്ന് വെച്ചാൽ അൽഹംദുലില്ലാ കുറച്ചൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി, പിന്നെ അൽഹംദുലില്ലാ പഠിച്ചവനെ സ്വീകരിക്കണേ റബ്ബേ, കുറച്ചും കൂടി കൂടുതലായി ചെയ്യാമായിരുന്നു എന്ന ഒരു തോന്നല്. പക്ഷെ എന്നാലും അൽഹംദുലില്ലാ കഴിഞ്ഞ വർഷത്തെക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നമസ്കാരത്തിലൊക്കെ കുറച്ച് കോൺസെൻട്രേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇത്തിക്കാഫ് നന്നായിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട്. അൽഹംദുലില്ലാ എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു 25% കുറെ കൂടി ചെയ്യേണ്ടതായിരുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ചെയ്യണം ആയുസ്സുണ്ടെങ്കിൽ. ഇതാണ് 2-ാമത്തെ വിഭാഗം. ഇനി 3-ാമത്തെ വിഭാഗം എന്ന് പറയുന്നത് അവർക്ക് നിർവൃതിയാണ്. 3-ാമത്തെ വിഭാഗം അതിവിശിഷ്ടർ, അള്ളാഹുവിന്റെ സെലക്ടഡ് അടിമകൾക്ക് അൽഹംദുലില്ലാ 30 ദിവസവും ഈ 26 ദിവസവും ഓരോ ദിവസവും അവസാനിക്കുമ്പോ കണക്കെടുക്കുമ്പോ അൽഹംദുലില്ലാ റാഹത്തുണ്ട്. മാഷാ അല്ലാഹ് നല്ല രീതിയിലെല്ലാം ചെയ്യാൻ പറ്റി. എൻ്റെ ആയുസ്സിലെ ഏറ്റവും നല്ല ഒരു റമദാനാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. അൽഹംദുലില്ലാ എന്ന ഒരു മാനസികാവസ്ഥ. ഇതാണ് ഏറ്റവും വിശിഷ്ടമായ സെക്ഷൻ എന്ന് പറയുന്നത്. അവർ ഈദ്ഗാഹിൽ അതീവ സംതൃപ്തരായി വന്ന് അള്ളാഹുവിന്റെ പുരസ്കാരങ്ങൾ, അള്ളാഹുവിൽ നിന്നുള്ള ഗിഫ്റ്റ് ഏറ്റുവാങ്ങുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. സഹോദരിമാരെ, ഇതിലേത് കാറ്റഗറിയിലാണ് നമ്മൾ ഉള്ളതെന്ന് എൻ്റെ സൗണ്ട് ശ്രവിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിലയിരുത്താം ഞാൻ ഏത് കാറ്റഗറിയിലാണ് എന്നുള്ളത്. ആദ്യത്തെ കാറ്റഗറിയിലാണ്, ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും മനസ്സ് ആഗ്രഹിച്ച പോലെ ഒന്നും ചെയ്തില്ല എന്ന ഒരു തോന്നലാണെങ്കിൽ സഹോദരിമാരെ ഇനിയുമുണ്ട് ദിവസം. സത്യമായിട്ട് ഇനി ഒരു 2-3 ഞായറുണ്ട്, തിങ്കളുണ്ട്, ചൊവ്വയുണ്ട്. ഈ 2-3 ദിവസം ഇനിയുള്ള ശേഷിക്കുന്ന 3 ദിവസം മനസ്സുരുകി അള്ളാഹുവിനോട്, അവൻ അത്യധികം പൊറുക്കുന്നവനും അങ്ങേറ്റ ദയാപരനും കരുണക്കടലുമാണ്. ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ സ്വന്തം ജീവിത അനുഭവം ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുവാണ്. 20 വർഷം മുമ്പ് എൻ്റെ വീടിന്റെ പണി നടന്ന് ഫൈനൽ സ്റ്റേജിലോട്ടാകുന്നു. വീട് കേറലിന്റെ ആ നിലക്കുള്ള പണി സ്പീഡിൽ നടക്കുമ്പോ പത്രത്തിലൊരു പരസ്യം കണ്ട്, ഓൾ കേരള ഹോം അപ്ലയൻസിൽ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ പോലുള്ള മുഴുവൻ കിച്ചൺ വെയർ മൊത്തം സാധനം 3 ദിവസത്തേക്ക് ഓഫർ ഇട്ടിരിക്കുന്നു. വമ്പിച്ച ഓഫർ. അതായത് ഒരു 15 വർഷത്തിന് ശേഷം വരുന്ന ഓഫറാണ്.
പിന്നെ ഒരു 1.5 ലക്ഷം രൂപയുടെ സാധനം ഏകദേശം ഒരു 30,000 രൂപയ്ക്ക് കിട്ടും. അത്രത്തോളം ഗവൺമെന്റിന്റെ പെർമിഷനോട് ലിസ്റ്റ് ഇട്ടിരിക്കുന്നു, റേറ്റ് കുറച്ചിട്ടിരിക്കുന്നു. വാങ്ങിക്കുന്നവര് സുവർണ അവസരം എന്ന് പറഞ്ഞിട്ട് പത്രത്തിലൊരു കോളം കണ്ടു. അപ്പൊ ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞു, നമുക്കിത് വാങ്ങിച്ചാലോ, നമ്മളിപ്പോ വീട് കയറാൻ പോവുകയല്ലേ, അപ്പൊ നമുക്കിത് വാങ്ങിക്കായിരുന്നു. ഈ സാധനം നല്ല വിലക്കുറവുണ്ട്, 1 ലക്ഷം രൂപയോളം ലാഭം ഉണ്ട് ഇപ്പൊ വാങ്ങിച്ചാലെന്ന് പറഞ്ഞപ്പോ ഹസ്ബൻഡ് പറഞ്ഞ ആ പരിപാടി ഇല്ല, ഇപ്പൊ വീട് പൂർത്തിയാക്കുന്ന തിരക്കിലാണ്, അതിന് തന്നെ പൈസ ഇപ്പൊ തീരും, അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഈ സാധനം ഒന്നും വാങ്ങണ്ട, അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് വീട് കയറി കഴിയുമ്പോൾ മെല്ലെ വാങ്ങാന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ 3 ദിവസം ഓഫർ ഉണ്ടായി, എല്ലാരും വാങ്ങിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് 3-ാമത്തെ ദിവസത്തിന്റെ അസറിന്റെ സമയമായപ്പോ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ വായ്പ വാങ്ങിച്ച കുറച്ച് പൈസയും കൊണ്ട് തിരിച്ചു വന്ന് തന്നിട്ട് പറയുകയാണ്, ഞാൻ വളരെ സന്തോഷത്തോടെ കൊണ്ടുവരികയാ ഷാക്കിറ, നിങ്ങൾ കടം തന്ന പൈസ, ആ പൈസ ഒരുപാട് പ്രയോജനപ്പെട്ടു, ആ പൈസ സന്തോഷത്തോടെ തിരിച്ചു തരും. ഞാൻ പറഞ്ഞു വേണ്ട, അത് നിങ്ങൾ എടുത്തോ. ഇല്ലില്ല, ഞാൻ തൃപ്തിയോടെ തരികയാണ്, എനിക്ക് 1-1.5 വർഷക്കാലം അവധി തന്നില്ലേ, നിങ്ങൾ ഒരു ദിവസം പോലും വിളിച്ച് ചോദിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥനയോടെ കൊണ്ട് തരികയാണ് എന്നാന്ന് പറഞ്ഞ് തന്നു. അപ്പൊ ഞാൻ പിന്നെ ഒരുപാട് നിർബന്ധിക്കാൻ നിന്നില്ല, ഞാൻ അതങ്ങ് വാങ്ങി. എന്റെ മനസ്സിൽ ഈ ഷോപ്പിലേക്ക് പോകാനാണ് വലിയ സംഭവം നടക്കുന്നത്, അവിടെ എന്തായാലും പോയി നോക്കാം. അപ്പൊ ദിവസം ലാസ്റ്റ് ഡേ ആണ്, ഇപ്പൊ റമദാന്റെ ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞ പോലെ ഈ ലാസ്റ്റ് ദിവസമാണ് ഞാൻ പോകുന്നത് ഷോപ്പിലേക്ക്. അപ്പോ പോകുന്ന സമയത്ത് ഞാൻ അസർ നിസ്കരിച്ച് 5:30 വരെയുള്ള ആ സമയം തീരാൻ 1.5 മണിക്കൂറേ ബാക്കിയുള്ളൂ. അപ്പൊ ഞാൻ വേഗം അസർ നിസ്കരിച്ച്, ഇവർ വന്ന അസറിന്റെ ടൈമിൽ അസർ നിസ്കരിച്ച് എന്റെ വീട്ടിലെ സെർവന്റും ആയിട്ട് ഞാൻ ഈ ഷോപ്പിലേക്ക് പോകുവാണ്, ഈ ഗോഡൌണിലേക്ക് പോവുകയാണ്. പോയപ്പോഴത്തേക്ക് അവിടെ ഒരു 10-15 സ്റ്റാഫ് ഉണ്ട്. ഞാനും ഈ സ്ത്രീയും കടന്നു ചെന്നപ്പോൾ ഞങ്ങളെ ഇങ്ങനെ അവര് നോക്കുന്നു, ചിരിക്കുന്നു. അപ്പൊ ഞാൻ ഉറപ്പ് ഇതെന്ത് ഇവര് ഞങ്ങളെ നോക്കി ചിരിക്കുന്നത്. ഞാൻ അവസാനം അവരോട് എന്ത് നിങ്ങൾ ഞങ്ങളെ കണ്ടപ്പോ ചിരിക്കുന്നെന്ന് പറഞ്ഞ, അതേ മാഡം, ഞങ്ങൾ ഇവിടെ പറയുമായിരുന്നു ഇനി വരുന്ന ഭാഗ്യശാലി ആരാണ്, കാരണം മേളിൽ നിന്ന് ഉത്തരവിട്ടിരിക്കുന്നു, ഇനി വരുന്ന ഇപ്പൊ ലാസ്റ്റ് ആരാ വരുന്നത് അവർക്ക് ഈ ബാക്കിയുള്ളതെല്ലാം അങ്ങ് കൊടുത്തേക്കാണ്. ഞാൻ അന്നേരം ഓർത്ത് ഇവര് വെറുതെ പറയുമായിരിക്കും, ഇനി ഇവിടെ ഉള്ള സാധനം എല്ലാം കൊടുത്തേക്ക്. ഞാൻ പറഞ്ഞു ഇത്രയും വാങ്ങിക്കാൻ എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എനിക്ക് ആവശ്യമുള്ള സാധനം മാത്രം ഇല്ല, ഒരു കാര്യം ഒരു 25,000 രൂപ തന്നാൽ മതി, ഇവിടുത്തെ മൊത്തം സാധനം എടുത്തോളാൻ MD പറഞ്ഞിരിക്കുകയാണെന്ന് പറഞ്ഞു, ബിസിനസിന്റെ മാനേജിംഗ് ഡയറക്ടർ പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞു. എന്റെ സഹോദരിമാരെ, ഞാൻ നോക്കുമ്പോ ഞാൻ 25,000 രൂപ അങ്ങോട്ട് കയ്യിലോട്ട് എണ്ണിക്കൊടുത്ത്, ഞാൻ 25,000 രൂപ ഞാൻ കൈ കരുതിയിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് കൊടുത്തപ്പോ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ, മിക്സി, 3 ഡിന്നർ സെറ്റ്, 4 ബർണറിന്റെ അടുപ്പ് എന്ന് വേണ്ട, അവിടുത്തെ ഈ 15 സ്റ്റാഫും കൂടെ അവരുടെ വണ്ടിയിൽ തന്നെ എല്ലാം കയറ്റി വെച്ച് ഒരുപാട് സാധനങ്ങൾ, എല്ലാം കമ്പനി സാധനങ്ങൾ, പ്രസ്റ്റീജിന്റെ, ഹോക്കിൻസിന്റെ സാധനങ്ങൾ, സാംസങ്ങിന്റെ ഫ്രിഡ്ജ്, മുഴുവൻ സാധനം. എന്നിട്ടും പറയാണ് ഇപ്പൊ നമ്മൾ ഈ സംഭവം ഉണ്ടാക്കിയതിന്റെ ഭാഗ്യശാലി നിങ്ങളാണ്, നിങ്ങളുടെ പത്രത്തിലൊന്ന് ഫോട്ടോ ഇടട്ടെ. ഞാൻ പറഞ്ഞു വേണ്ട, എന്റെ പത്രത്തിലൊന്നും ഫോട്ടോ ഇടണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഈ സംഭവം നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഇന്നലെ അള്ളാഹുവിന്റെ അടുത്ത്, പടച്ചവനെ കാരുണ്യവാനായ അള്ളാഹുവേ, ഞാൻ ഈ സംഭവം തന്നെ എടുത്ത് പറഞ്ഞിട്ട് വൈകി വന്ന ഞാൻ എന്റെ ആ സംഭവം നടക്കുമ്പോൾ 10,000-കണക്കിന് ആൾക്കാർ ആ ഷോറൂമിൽ വന്ന് ഏറ്റവും ഒടുവിൽ വന്ന് എനിക്ക് ധാരാളം ഭൗതികമായ ആ സംഭവങ്ങളൊക്കെ തന്ന അള്ളാഹുവേ, ഈ റമദാന്റെ അവസാന നിമിഷത്തിൽ ഞാൻ നിന്നോട് യാചിക്കുക റബ്ബേ, നീ എത്രയോ നിന്റെ കോടിക്കണക്കിന് 160 കോടിയിൽ പരം മുസ്ലിമീങ്ങൾ, മുഅ്മിനീങ്ങൾ അള്ളാഹുവേ, ഈ റമദാനിൽ എന്തെല്ലാം ആദ്യം തൊട്ടേ വാരി 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 നിന്റെ ഖജനാവിൽ നിന്ന് എടുത്ത് റബ്ബേ, നിന്റെ സക്കീനത്തും മഗ്ഫിറത്തും നിന്റെ വിശിഷ്ടമായ എല്ലാ പുരസ്കാരങ്ങളും അവരെല്ലാം നീ ഒരുക്കി വെച്ച സംവിധാനങ്ങളെല്ലാം അവരൊക്കെ സ്വായത്തമാക്കി റബ്ബേ. എനിക്ക് ചെയ്യാൻ നീ പറഞ്ഞ രീതിയിലൊന്നും ചെയ്യാൻ പറ്റിയില്ല റബ്ബേ, എനിക്ക് അന്ന് തന്നതുപോലെ ഈ ലാസ്റ്റ് നീ എനിക്ക് എല്ലാം കൂടി തരണേന്ന്. എന്റെ പൊന്നുമക്കളെ, നിങ്ങൾ അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കല്ലാവിനോട്. നല്ല കുട്ടികളായിക്കൊണ്ട് ഇനിയുള്ള ദിവസം അള്ളാഹുവിന്റെ മുമ്പിൽ നിന്ന് റബ്ബേ, നിന്റെ വിശിഷ്ടമായ അനുഗ്രഹം, നിന്റെ ശ്രേഷ്ഠമായ മഗ്ഫിറത്ത്, നിന്റെ സ്വർഗപ്രവേശനം, നരകവിമോചനം ഇങ്ങനെ കണ്ണിൽ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ വിശാലമായ ഖജനാവിന്റെ താഴെ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദർബാറിന്റെ, അള്ളാഹുവിന്റെ രാജകൊട്ടാരത്തിന്റെ വാതിക്കലിരുന്ന് ഇങ്ങനെ പ്രതീക്ഷയോടെ തേടുന്ന
ഒരു ഭിക്ഷക്കാരിയെ പോലെ ഇനിയുള്ള 2-3 ദിവസം നമുക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നിക്കല്ല തരും സഹോദരങ്ങളെ. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ ഖൗഫൻ വത്തമ, അങ്ങേയറ്റം വിനയത്തോടെ ഖൗഫോടുകൂടി തേങ്ങിക്കരഞ്ഞുകൊണ്ട് ആത്മവിചാരണ ചെയ്യുന്ന ദിവസങ്ങളിലാണ് നമ്മൾ നിൽക്കുക. അപ്പം നബി പറയുകയാണ്, നബിയുടെ ഒരു ദുആയുടെ അർത്ഥം ഞാൻ പറയുവാണ്, അള്ളാഹുവേ നിന്റെ ക്ഷണമനുസരിച്ചെത്തിയ അതിഥിയാണ് റബ്ബേ ഞാൻ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വർഗത്തിന്റെ നായകൻ, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന ഉദ്ഘാടകന്റെ പ്രാർത്ഥനയുടെ അർത്ഥമാണ് ഞാൻ പറയുന്നത്. നബി അള്ളാഹിനോട് പറയാം, അള്ളാഹുവേ നീ ക്ഷണിച്ചതനുസരിച്ച് വന്ന നിന്റെ അതിഥിയാണ് റബ്ബേ ഞാൻ. നിന്റെ രാജകൊട്ടാരത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ഭിക്ഷക്കാരനാണ് റബ്ബേ ഞാൻ. അള്ളാഹുവേ നിന്റെ ക്ഷണമനുസരിച്ചെത്തി അതിഥിയോട് പോകാൻ പറയല്, ഞാൻ ഇവിടെ നിൽക്കുക റബ്ബേ. നിന്റെ വാതിക്കലെത്തിയ നിസ്സഹായനാണ് ഞാൻ റബ്ബേ. നിന്റെ വാതിക്കലെത്തി നിൽക്കുന്ന നിസ്സഹായനാണ് റഹ്മാനെ, എന്നെ നീ സഹായിക്കണേ റബ്ബേ. എത്ര ഇതേ നിലക്കൊന്ന് നമുക്ക് ഇന്നും നാളെയും മറ്റന്നാളും ഒന്ന് അള്ളാഹുടെ മുമ്പില് നമ്മൾ നിന്നിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ഇനി ചെയ്തതിനെ കുറിച്ചൊക്കെ ഒന്ന് അയവിറക്കെല്ലാം സ്വീകരിച്ചിട്ടുണ്ടോ? കാരണം അങ്ങനായിരുന്നു നമ്മുടെ മുൻഗാമികള്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ പ്രവാചകനോട് വിശുദ്ധ ഖുർആനിലെ അൽ മുഅ്മിനൂൻ സൂറ മുഅ്മിനൂനിലെ 60-ാമത്തെ ആയത്ത് ഞാൻ ഓതിയിട്ട് അള്ളാഹിന്റെ റസൂലിനോട് ഞാൻ ചോദിച്ചു, അതിന്റെ അർത്ഥം. ഞാൻ പ്രവാചകനോട് സൂറ മുഅ്മിനിലെ ആയത്ത് എന്താണ് ആയത്തിന്റെ അർത്ഥം? തങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങി ചെല്ലേണ്ടി വരുമല്ലോ എന്നോർത്ത് ഹൃദയങ്ങൾ വിറച്ചുകൊണ്ട് ദാനം നൽകിക്കൊണ്ടിരിക്കുന്നവരാണ് അവർ എന്നതുകൊണ്ട് പ്രവാചകരെ ഉദ്ദേശിക്കുന്നത് മോശം പ്രവൃത്തിയൊക്കെ ചെയ്തിട്ട് മദ്യപിക്കുകയും മോഷ്ടിക്കുകയും അള്ളാഹുവിന്റെ വിരോധങ്ങൾ ചെയ്തവരെ കുറിച്ചാണോ പ്രവാചകരെ ഈ ആയത്തിറങ്ങിയതെന്ന് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോട് പറയാണ്, സിദ്ദീഖിന്റെ മകളെ അല്ല, അത് നോമ്പ് അനുഷ്ഠിക്കുകയും നമസ്കാരങ്ങൾ നിർവഹിക്കുകയും പിന്നീട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തതിന് ശേഷം തന്റെ സൽക്കർമ്മങ്ങൾ, താൻ ചെയ്ത കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്ന ആശങ്കയോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ കുറിച്ചാണ് സൂറ മുഅ്മിനൂനിലെ 60-ാമത്തെ ആയത്തിന്റെ വിശദീകരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ഈ ആയത്ത് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? നമ്മൾ എത്ര ചെയ്താലും അള്ളാഹു സ്വീകരിക്കണം. ഏത് ഇബാദത്ത് ചെയ്താലും അതിനെക്കുറിച്ചുള്ള ആത്മപരിശോധനയും കണക്കെടുപ്പും വളരെ അത്യാവശ്യമാണ്. നമ്മുടെ കയ്യിലുള്ള മൂലധനത്തിൽ കള്ളനോട്ടോ എടുക്കാച്ചരക്കുകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത ഉള്ളതുപോലെ അന്ത്യനാളിലെ വിചാരണ അതികഠിനവും അതിദുസ്സഹവുമാണ്. ചെയ്യുന്ന അമലുകളെ കുറിച്ച് അസ്വസ്ഥതപ്പെടണം. ഞാൻ ചെയ്ത അമലുകൾക്കൊക്കെ അതിനകത്തുള്ള ഇഖ്ലാസ് എത്രയാണ്, ഈമാൻ എത്രയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, സ്വന്തം കർമ്മങ്ങളെ കുറിച്ച് വിചാരണ നടത്തുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നവനാണ് ബുദ്ധിമാൻ. ചെയ്ത അമലുകളൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ? ഹാസിബു ഖബ്ല അൻ തുഹാസിബു. അള്ളാഹു നിങ്ങളെ ഹിസാബ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളെ തന്നെ ഹിസാബ് ചെയ്യുക. ദുനിയാവിൽ ഹിസാബ് എടുക്കുന്നവന്റെ ഹിസാബ് പരലോകത്ത് എളുപ്പമാകും. അതുകൊണ്ട് നല്ല നിലയിൽ ഞാൻ ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളൊക്കെ സ്വീകരിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന ആശങ്കയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ വേണ്ടത്. വിശ്വാസി അലട്ടേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതായിരിക്കണം. ചെയ്തതൊക്കെ ഞാൻ നിർവഹിച്ച തറാവീഹ്, ഖിയാമുൽ ലൈല്, കുഞ്ഞു കുഞ്ഞു അമലുകള്, ദാനധർമ്മങ്ങള്, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും പടച്ചോനെ അതൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ എന്നുള്ള ഒരു വല്ലാത്തൊരു ആഗ്രഹത്തോടെ കൂടി പ്രതീക്ഷയോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ പലതും ചെയ്തിട്ടുണ്ട് റബ്ബേ, പക്ഷെ നീ അതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ റഹ്മാനെ? നീ അത് അങ്ങനെ ഒരു ആശങ്ക നമുക്കുണ്ടാകണം. അള്ളാഹു ആത്മപ്രശംസയോ മറ്റുള്ളവരെ കാണിക്കാനുള്ള വല്ലതും എന്റെ പ്രവർത്തനത്തിൽ വന്നിട്ടുണ്ടോ? ഇപ്പൊ തന്നെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോ ചിലർക്ക് ഇപ്പം പറയാം, ഹസീന ടീച്ചറിന്റെ നല്ല ക്ലാസ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ അതിനൊരു മാർക്ക് ഇടാൻ വേണ്ടി അങ്ങനെ പറഞ്ഞതെല്ലാം വെറുതെ പാഴായി പോകും. അങ്ങനെ എന്തെങ്കിലും പ്രകടന തൽപരതയോ ആത്മപ്രശംസയുടെ ഒക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ട്, അള്ളാഹുവേ നീ എല്ലാം പൊറുക്കണേ റബ്ബേ എന്ന് പറഞ്ഞ ആത്മാർത്ഥമായിട്ടും. സഹോദരിമാരെ, ഈ 3 ദിവസം ഇനിയുള്ള ദിവസങ്ങള് സ്വന്തം കർമ്മങ്ങളെ കുറിച്ച് വ്യാകുലപ്പെടേണ്ട ദിനങ്ങളാണ്.
പാളിച്ചകൾ വല്ലതും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് കഫാറത്തായിട്ട് ഈദ്ഗാഹിലേക്ക് പോകുന്നതിന് മുമ്പ് ഫിത്ർ സക്കാത്ത് കൊടുത്ത് റമദാനിൽ സംഭവിച്ചു പോയിട്ടുള്ള കുറവുകളെ നികത്താൻ. അല്ലാഹ്, ഈ ദീൻ എന്ത് നല്ലൊരു ദീനാണ്, നമ്മുടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് നല്ല ദീനാണ്. നമ്മളിൽ നിന്ന് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ റമദാന്റെ ഇത്രയും മഹത്വമൊക്കെ അറിഞ്ഞിട്ടും നമ്മളിൽ നിന്ന് വല്ല കർമ്മങ്ങളിൽ വല്ലതും കുറവോ കുറ്റോ എന്തെങ്കിലും വന്നു പോയിട്ടുണ്ടെങ്കിൽ, നോമ്പിനെ ഇല്ലായ്മയാക്കുന്ന വല്ലതും വന്നു പോയിട്ടുണ്ടെങ്കിൽ, ഫിത്ർ സക്കാത്തിന് വേണ്ടി പൈസ കൊടുക്കുമ്പോഴും അരി വാങ്ങിക്കുമ്പോഴും അല്ലെ പള്ളിയിലേക്ക് പൈസ എടുത്ത് അലമാരിയിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോഴും നമ്മുടെ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് റബ്ബേ, ഞാൻ പിടിച്ച നോമ്പിൽ എന്തെങ്കിലും പോരായ്മ, ഈ നോമ്പ് മാസത്തിൽ ഈ റമദാൻ മാസത്തിൽ ഞാൻ ചെയ്ത കർമ്മങ്ങളിൽ എന്തെങ്കിലും പോരായ്മകള്, നിനക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചിന്തകളോ ഭാവം കൊണ്ടോ എന്ത് വാക്ക് നോക്ക് പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു അതിന് പരിഹാരമായിട്ട് ഞാൻ ഫിത്ർ സക്കാത്ത് കൊടുക്കുന്നു എന്ന നിലക്ക് നല്ല നല്ല കുട്ടികളായിട്ട് എല്ലാവരും ഒരു ഈമാനിയായ പരിവേഷത്തോടു കൂടി വേണം ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോ ഇനിയുള്ള ദിവസങ്ങൾ 3 ദിവസം ആത്മപരിശോധനയുടെ നാളാണ്. നമ്മുടെ മുൻഗാമികളെല്ലാവരും അങ്ങനെയുള്ളവരായ സലഫു സാലിഹീങ്ങൾ മുഴുവൻ ആളുകളും പിന്നെ അത് ഇബ്നു അബി മുലൈക്ക് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുകയാണ്, 30ഓളം, അത് ലാസ്റ്റ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ജീവിച്ചിരുന്ന സ്വഹാബിയാണ്. 30ഓളം സഹാബിമാരുമായി ഞാൻ സഹവസിച്ചിട്ടുണ്ട്. അവരിൽ ഓരോരുത്തരും തങ്ങളിൽ കാപഢ്യമുണ്ടോ എന്ന് ഓരോ അമലിന് ശേഷവും അവർ പരിശോധിക്കുമായിരുന്നു. ആ 30 സഹാബികളുടെയും പ്രത്യേകത, ഓരോ അമലും ചെയ്തു കഴിയും ഇതിനകത്ത് എന്തെങ്കിലും നിഫാക്ക് മീൻസ് മറ്റുള്ളവർ കാണാനോ പ്രശംസയ്ക്കോ അള്ളാഹുവിന്റെ തൃപ്തിക്ക് അപ്പുറം എന്തെങ്കിലും ഒരു ചിന്ത വന്നിട്ടുണ്ടോ എന്ന് ഇവർ 30 പേരും പരിശോധിക്കും. ഞാൻ പരിചയപ്പെട്ട 30 സഹാബികളും അങ്ങനെയായിരുന്നു. ഇബ്നു അബി മുലൈക്ക എന്ന പയ്യൻ സ്വഹാബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉണ്ട്. അള്ളാഹുവിന്റെ ശിക്ഷയെയും കോപത്തെയും എപ്പോഴും ഭയക്കുന്നവരായിരുന്നു ഈ സഹാബികൾ 30 പേര്. ആ സഹാബി റിപ്പോർട്ട് ചെയ്യാണ്, അള്ളാഹുവിന്റെ ശിക്ഷയെയും കോപത്തെയും എന്ന് വെച്ചാൽ അമലുകളിൽ പിന്നെ മറ്റുള്ളവരെ കാണിക്കാനോ അല്ലെ പ്രകടന തൽപരത എന്തെങ്കിലും വന്നാൽ അത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു അമലാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അള്ളാഹുവിനോട് എത്ര നമ്മൾ കർമ്മങ്ങൾ ചെയ്താലും അള്ളാഹ് അത് സ്വീകരിച്ചില്ലെങ്കിൽ, അള്ളാഹുവിന്റെ സവിശേഷമായ കാരുണ്യവും അനുഗ്രഹവും ഇല്ലെങ്കിൽ, അള്ളാഹ് അത് സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ ഇത് പാഴ്ശ്രമമായി പോകും. അതുകൊണ്ട് സ്വീകരിക്കണേ എന്നുള്ള പ്രാർത്ഥനയാകണം ഇനിയുള്ള ദിവസങ്ങളിൽ. അതിനുശേഷം നല്ല നിലയ്ക്ക് ഈ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചിട്ട് വീണ്ടും ചെയ്യേണ്ട ഒരു അമലാണ് ഫിത്ർ സക്കാത്ത്. കർമ്മങ്ങളിൽ ചെയ്തു പോയ അമലുകളിൽ വല്ല കുറവ്, നോമ്പിൽ വല്ല കുറവ് വന്നിട്ടുണ്ടെങ്കിൽ പരിഹരിക്കാൻ 2 ഉദ്ദേശത്തിലാണ് ഇസ്ലാമിലെ ഫിത്ർ സക്കാത്ത്. ഒന്ന്, പെരുന്നാൾ ദിനം ഒരു മനുഷ്യനും പട്ടിണി കിടക്കരുത്. അതുകൊണ്ട് എല്ലാവരും സമൃദ്ധി ആയിരിക്കണം. ഇപ്പൊ ഇന്നത്തെ ഈ കാലത്ത് നമ്മുടെ നാട്ടിലൊന്നും ഫിത്ർ സക്കാത്തിന് അവകാശികളായിട്ട് ആളുകളൊന്നും വല്ലാണ്ട് ഉണ്ടാവത്തില്ല. ഇനിയിപ്പം സംഘടിതമായി സംഘടിപ്പിക്കുന്ന സക്കാത്ത് സെല്ലിലേക്ക് കൊടുത്തിട്ട് അന്യനാട്ടു ദരിദ്ര രാജ്യങ്ങളിലേക്കൊക്കെ അയക്കലായിരിക്കും കുറച്ച് നല്ല കാര്യങ്ങൾ. അവിടെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടാണ്. നമ്മുടെ നാട്ടിലൊക്കെ സമൃദ്ധിയുടെ നല്ല സമ്പൽ സമൃദ്ധിയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും. അപ്പൊ ഇല്ലാത്ത സ്ഥലത്തേക്ക് അയക്കാൻ എന്തെങ്കിലും സംരംഭം ഉണ്ടെങ്കിൽ അതിലേക്ക് കൊടുക്കലാണ് ഏറ്റവും പുണ്യം. എന്തായാലും ഒരാളുടെ ഫിത്ർ സക്കാത്ത് വെച്ച് ഏകദേശം 2.5 കിലോ ധാന്യം, അതേതുമാകാം, അതിന്റെ പൈസ ഏറ്റവും മുന്തിയത് തന്നെ കൊടുക്കാനുള്ള തയ്യാറെടുപ്പുണ്ടാണ്. ഏറ്റവും മുന്തിയത് വേണമെന്ന് നിർബന്ധമില്ല, പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുന്തിയത് തന്നെ കൊടുക്കാൻ എല്ലാവരും മനസ്സ് വെക്കുക. കാരണം ഏറ്റവും മുന്തിയതും വേണ്ട, തീരെ കുറഞ്ഞതും വേണ്ട, മധ്യത്തിലുള്ള സാധനം കൊടുക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് സ്വഹാബാക്കളോട് പറഞ്ഞത്, ആ ജനതയോട് പറഞ്ഞത്. പക്ഷെ ഇന്നത്തെ ഈ കാലത്ത് കേരളക്കരയിലെ എല്ലാവരും അൽഹംദുലില്ലാഹ് അത്യാവശ്യം സമൃദ്ധിയിലാണ്. അതുകൊണ്ട് ഏറ്റവും നല്ല അരിക്കുള്ള പൈസ തന്നെ എല്ലാവരും കൊടുത്ത് റമദാനിലെ നോമ്പിനെ ക്ലിയർ ആക്കുക. സർവശക്തനായ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ആത്മവിചാരണയൊക്കെ കഴിഞ്ഞ് ഈ ഫിത്ർ സക്കാത്തിന്റെ ഒരു പേരാണ് സക്കാത്തുൽ ജസദ് എന്നൊരു പേരും കൂടിയുണ്ട്. ശരീരത്തിന്റെ സക്കാത്ത് എന്നാണ് അതിനെ. മറ്റേത് സമ്പത്തിന്റെ സക്കാത്താണെങ്കിൽ ഇത് ശരീരത്തിന്റെ സക്കാത്താണ്. സക്കാത്തുൽ ജസദ് എന്ന പേരും കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സക്കാത്തിന് ഇട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ്? ശരീരത്തിന്റെ സക്കാത്താണ്. നോമ്പ് ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു ആരാധനാ കർമ്മം ആയതുകൊണ്ടാണ് അതിന് ആ പേര്. സന്ദർഭോചിതമായിട്ട് ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള 3 ദിവസം ആത്മപരിശോധനയുടേതാണ്. ഓരോരുത്തരും അവരുടെ ആയുസ് എടുത്തിങ്ങനെ മുമ്പിൽ വെച്ചിട്ട് 50 വയസ്സുണ്ട്, 60 വയസ്സുണ്ട്, 65 വയസ്സുണ്ട്, അള്ളാഹുവിന്റെ മുഴുവനും ഇതുവരെയുള്ളതിനകത്തുള്ള എല്ലാം നീ പുറത്തു തന്നെ
അള്ളാഹു ഈ റമദാൻ അവസാനിക്കുന്നതോട് നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ടത് റമദാനിലെ ഓരോ ദിവസവും നരകത്തിന് ബന്ധപ്പെട്ട കണക്ക് ഹദീസിൽ 6 ലക്ഷം 60 ലക്ഷം എന്നൊക്കെ പറയുന്നത് അതൊരു ആലങ്കാരികമായിട്ട് പറയുന്നതാണ്. അള്ളാഹുവിന്റെ കണക്കിൽ അതിന്റെ എത്രയോ ഇരട്ടി ഒരുപാടാണ്. അപ്പൊ ഓരോ ദിവസവും നരകത്തിന് ബന്ധപ്പെട്ടതായ നിലയിൽ ജീവനം നയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അതെല്ലാം മായ്ച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ കിതാബിലുള്ള തിന്മകളെല്ലാം ഡിലീറ്റ് ആക്കി അവരെ റീഫ്രഷ് ആക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തിൽ നിന്ന് വിമോചിക്കപ്പെടും എന്ന് പറഞ്ഞതിന്റെ താല്പര്യം അതാണ്. ഇനി 1 തൊട്ട് 29 ദിവസം വരെ എത്ര ആൾക്കാരെ അതിൽ നിന്ന് മോചിപ്പിച്ചുവോ, എത്ര എണ്ണം ആൾക്കാർ, അത്രയും ആൾക്കാരെ അവസാന ദിവസം അങ്ങനെ അള്ളാഹിനോട് ഇരുന്ന് പടച്ചവന് ആ അവസാനത്തെ ദിവസത്തെ വൻ മാപ്പില്, ആ വലിയ മാപ്പില് എന്നെ എന്റെ മാതാപിതാക്കളെ റബ്ബേ എന്റെ മക്കളെ ഉൾപ്പെടുത്തണേന്ന് ഓരോരുത്തരും നല്ല നിലക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ഇനി ചെയ്യേണ്ട അമലുകളിൽ ഞാനൊന്ന് ചുരുക്കി പറയുകയാണ്. ഞാൻ ഒരു തിരക്കിന്റെ ഒരു സന്ദർഭത്തിൽ നിൽക്കുകയാണ്. ഞാനിപ്പോ നിൽക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അതുകൊണ്ട് ഞാൻ എളുപ്പം പറഞ്ഞു നിർത്തുകയാണ്. രണ്ടാമത് ചെയ്യേണ്ടത് ഫിത്ർ സക്കാത്താണ്. ഫിത്ർ സക്കാത്ത് കൊടുക്കുമ്പോഴും നല്ല നിയ്യത്തുണ്ടാകണം. നല്ലൊരു ആത്മീയ നിർവൃതിയോടുകൂടി മനസ്സിങ്ങനെ പ്രതീക്ഷയും ഭയവും എന്റെ നോമ്പെല്ലാം അള്ളാഹ് സ്വീകരിക്കും, റയ്യാനിലേക്ക് പോകാനും മാത്രം ഉള്ള ഒരു പ്രതീക്ഷയും ഉണ്ടാകണം. എന്നാൽ റയ്യാനിലേക്ക് പോകാൻ തടസ്സമായ, റയ്യാൻ എന്ന കവാടത്തിലൂടെ പോകാൻ തടസ്സമാകുമോ എന്ന പേടിയും രണ്ടും കൂടി അതുകൊണ്ട് പടച്ചവനെ എന്റെ നോമ്പിലെ എല്ലാ പോരായ്മയും മാറ്റണേ എന്ന് പറഞ്ഞുകൊണ്ട് വേണം. ഓരോ ആൾക്ക് ഇപ്പൊ 100 രൂപയാണ് നല്ല അരിക്ക് വെച്ചിരിക്കുന്നത്, ഓരോ 100 എടുത്ത് വെക്കുമ്പോഴും ആ പ്രാർത്ഥനയോടുകൂടി എടുത്ത് വേണം കൊടുക്കുക. അല്ലാതെ വെറുതെ ഒരു ചടങ്ങ് പോലെ വേറെ വർത്താനം പറഞ്ഞ് ഫോണിൽ ഇങ്ങനെ ആരുമായിട്ടെങ്കിലും ഫോൺ ഫിത്ർ സക്കാത്തിന്റെ ആൾക്കാർ പൈസ കളക്ട് ചെയ്യാൻ വരുമ്പോ ഒരു കയ്യിൽ ഫോണും വർത്താനം പറഞ്ഞ് ഇങ്ങനെ എടുത്തു കൊടുക്കരുത്. ഇന്നമല്ല അമാല് ബിന്നിയാത്ത്, എല്ലാത്തിനും നിയ്യത്ത് ആവശ്യമാണ്. നല്ല നിയ്യത്തോടും എന്റെ പാവം മുഴുവനും പടച്ചവനെ നോമ്പിന് എന്റെ ആയുസ് മുഴുവനും ഈ നോമ്പിനാലെ മാപ്പ് ചെയ്യണം. അതിനു വേണ്ടി കഫാറത്തായിട്ട് എന്റെ നോമ്പിലെ എല്ലാ കുറ്റവും പൊറുക്കാൻ വേണ്ടി, ഇല്ലായ്മയാക്കാൻ വേണ്ടി കഫാറത്തിനായിട്ട് ഞാൻ കൊടുക്കുന്നു എന്ന നിലക്കുള്ള നിയ്യത്തോടു കൂടി കൊടുക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, ഇനി അടുത്തത് എന്താണ് നമുക്കുള്ളതെന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മള് ലാസ്റ്റത്തെ ദിവസം നാളെ പെരുന്നാളാണെന്ന് കാണുമ്പോ ഇപ്പൊ ബുധനാഴ്ച പെരുന്നാളാണെങ്കിൽ ചൊവ്വാഴ്ച ഇനി പള്ളിയിൽ എത്തിക്കാഫൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ നിന്ന് എല്ലാം എടുത്തിട്ട് ഓടുന്ന ഒരു ചിരിച്ചും കൊണ്ടാ എല്ലാവരും ഓടുക. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം, ചിരിച്ചും കളിച്ചിട്ടൊക്കെയാണ്. എന്നിട്ട് അന്നത്തെ ദിവസം ഈ പെരുന്നാൾ രാവ് വല്ലാണ്ടൊന്നും ഇബാദത്തൊന്നും ചെയ്യത്തില്ല. മറ്റേ ഇത്രയും ദിവസം എടുത്തതിന്റെ ഒരു ക്ഷീണം തീർക്കലായി അങ്ങനെ ഒരിക്കലും അങ്ങനെ നിങ്ങൾ കളയരുത്. കാരണം ലൈലത്തുൽ ജായിസായാണ്, സമ്മാനം നൽകുന്ന രാത്രി. പിറ്റേ ദിവസം യൗമുൽ ജായിസാണ്, സമ്മാനം നൽകുന്ന ദിനത്തിന്റെ ഒരു പ്രത്യേക മലക്കുകൾ വല്ലാതെ ഹാപ്പിയിലായിരിക്കുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് പെരുന്നാൾ രാവ് എല്ലാവരും ഒന്ന് കാര്യമായിട്ട് എഴുന്നേറ്റ് 2 റക്അത്ത് ശുക്ർ നമസ്കരിക്കണം. അള്ളാഹുവേ നീ എന്തൊരു അനുഗ്രഹമാണ് റബ്ബേ ചെയ്തു തന്നത് പഠിച്ചവനെ എന്ന് പറഞ്ഞിട്ട് ആ ശുക്റിന്റെ നമസ്കാരത്തില് 4 സുജൂദുണ്ട്. 2 റക്അത്തില് 2 റക്അത്തിലും കൂടി 4 റക്അത്ത് സുജൂദില് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഓരോ അനുഗ്രഹവും അള്ളാഹു പ്രസന്റ് ഇപ്പൊ നമുക്ക് കൈവരിച്ചിരിക്കുന്ന ഓരോ അനുഗ്രഹത്തിന്റെ നേരെ ഹൈഫൻ ഇട്ടുകൊണ്ട് സുജൂദിൽ കിടന്നുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. 4ാമത്തെ റക്അത്തിന് തലവെക്കുമ്പോ ലക്കൽ ഹംദു ഹത്താ തർവാ, റബ്ബേ നീ എന്നെ തൃപ്തിപ്പെടുവോളം ഞാൻ നിന്നെ സ്തുതിക്കുന്നു. വലക്കൽ ഹംദു ബഅദ റിളാ, അല്ലാഹുവേ നീ എന്നെ തൃപ്തിപ്പെട്ടതിന് ശേഷവും ഞാൻ നിന്നെ സ്തുതിച്ചുകൊണ്ടേയിരിക്കുന്നു റബ്ബേ. വലക്കൽ ഹംദു ഫിദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും സർവസ്തുതി നിനക്കാണ് റഹ്മാനെ. വലക്കൽ ഹംദു ഫിൽ ഊലാ വൽ ആഖിറ, എന്റെ ജീവിതത്തിന്റെ ആദ്യത്തിലും അവസാനത്തിലും നിനക്കാണ് സർവസ്തുതിയും. വലക്കൽ ഹംദു അലാ കുല്ലി ഹാൽ, എന്റെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥയിലും ഞാൻ നിന്നെ സ്തുതിക്കുന്നു. സഹോദരിമാരെ, പെരുന്നാൾ രാവ് ഉറങ്ങിക്കളയരുത്. കുറച്ചു നേരം കിടന്ന് ഉറങ്ങിയിട്ട് സുബൈക്ക് 1 മണിക്കൂർ മുമ്പെങ്കിലും എഴുന്നേറ്റ് അള്ളാഹുവിനെ അങ്ങേയറ്റം വാഴ്ത്തണം. അതുപോലെ തന്നെ പഠിച്ചവനെ മുഴുവൻ പാപങ്ങളും ഈ ദിവസത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് മഹത്വം കൊണ്ട് എനിക്ക് പുറത്തു തരണേന്ന് പറഞ്ഞ് ഞാൻ പാപമോചനത്തിനായി 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമസ്കാരത്തിൽ കൈകെട്ടി പാപമോചനം നൽകാമെന്ന് അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ആയാത്തുകൾ കാണാപ്പാടമുള്ളവർ അത് ഓതി, ഓരോ റക്അത്തിൽ ഓതി വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങളുടെ ചുണ്ടും ഹൃദയമൊക്കെ വിതുമ്പും ആയത്ത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഓതിയാല്
ആകാശഭൂമികളോളം വിശാല വിസ്തൃതമായ എന്റെ മഗ്ഫിറത്തിലേക്ക് ഓടിവാ എന്ന ആയത്തൊന്നും കൂടി അള്ളാഹ് തോതി കേൾപ്പിച്ചിട്ട് നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് മനസ്സിങ്ങനെ കുതിച്ചു പായുന്നതായിട്ട് ഫീൽ ചെയ്തുകൊണ്ട് ഒരടി മുമ്പോട്ട് അള്ള കുതിച്ച് പാഞ്ഞു വരുന്ന ആ ഒരു മാനസികാവസ്ഥ. റബ്ബേ, ഇത് ഞാൻ പഠിച്ചവനെ, ഈ ലാസ്റ്റ് ദിവസമാണ് റബ്ബേ, നീ എനിക്ക് എല്ലാം പുറത്തു തന്നെ റബ്ബേ, എല്ലാം നീ പുറത്ത്. നീ നിലക്ക് അള്ളാഹുവിന്റെ അടുത്ത് പാവമോചനം ചോദിച്ച് ആ പാവമോചനം ചോദിച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുമ്പോ ആ നമസ്കാരത്തിന്റെ 4 സുജൂദിൽ അറിയാവുന്ന ഇസ്തിഗ്ഫാറുകളൊക്കെ ചെയ്തിട്ട് അല്ലാഹുമ്മ ഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ, അല്ലാഹുമ്മ ഗ്ഫിർലി ഖതീഅതി യൗമദ്ദീൻ, അല്ലാഹുവേ പ്രതിഫല നാളിൽ എന്റെ സകല പാപവും നീ മാപ്പാക്കണേ എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സയ്യിദുൽ ഇസ്തിഗ്ഫാർ അറിയാവുന്നവർ അത് നമസ്കാരത്തിന്റെ സുജൂദ് ചെയ്ത് നല്ല നിലക്ക് ഒരു പാവമോചനം ചോദിച്ച് അങ്ങനെ മാനസികമായും തയ്യാറെടുക്കണം. കാരണം ഇനി സുബഹി ബാങ്ക് കേട്ടാൽ അന്തരീക്ഷത്ത് ആകാശ ഭൂമി ലോകത്ത് സംഭവിക്കുന്ന പ്രതിഭാസങ്ങൾ ഓർത്തുകൊണ്ട് പെരുന്നാൾ രാവിന്റെ സുബഹി ബാങ്ക് കേൾക്കുമ്പോൾ ആകാശ ലോകത്ത് സംഭവിക്കുന്ന അത്ഭുതകരമായ മാറ്റങ്ങൾ എന്തെല്ലാം പ്രക്രിയകളാണ് നടക്കുന്നതെന്ന് ഇപ്പോഴേ ഓർത്ത് മനസ്സിൽ കരുതി വെക്കണം സഹോദരിമാരെ. ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്നവർക്കുള്ള പ്രതിഫലം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞു തന്നത് മനസ്സിനെ ബോധ്യപ്പെടുത്തണം. ഈദ്ഗാഹിലേക്ക് ജനങ്ങളെല്ലാം വെളിപ്പെടുമ്പോൾ, പെരുന്നാൾ നമസ്കാര സ്ഥലത്തേക്കാട്ട് ഒരുമിച്ച് കൂടുമ്പോൾ അള്ളാഹു മലക്കുകളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മലക്കുകളോട് ചോദിക്കുന്ന ചോദ്യം, ഒരു കൂലിക്കാരൻ തന്റെ ജോലി ചെയ്തു കഴിഞ്ഞാൽ അവന്റെ പ്രതിഫലം എന്താണ്? അപ്പോൾ മലക്കുകൾ പറയും, അള്ളാഹുവേ, അവന്റെ കൂലി പൂർണ്ണമായും അവന് കൊടുക്കുക എന്നതാണ്. അപ്പോൾ അള്ളാഹു ആ ചോദിച്ച മലക്കുകളെ സാക്ഷ്യപ്പെടുത്തിയിട്ട് പറയും, എന്താ പറയുന്നറിയാം? എന്റെ മലക്കുകളെ, എന്റെ ഔദാര്യത്തിൽ സത്യം, എന്റെ പ്രതാപത്തിൽ സത്യം, എന്റെ മഹത്വത്തിൽ സത്യം, എന്റെ മഹോന്നത സ്ഥാനത്തിൽ സത്യം, അവരുടെ ദുആയെ നിശ്ചയമായി ഞാൻ സ്വീകരിക്കുക തന്നെ ചെയ്യും. പറയുകയാണ് അള്ളാഹു മലക്കുകളോട് പറയുകയാണ്, അവരുടെ മുഴുവൻ ദുആയെ ഞാൻ എന്നിട്ട് അടിമകളെ സംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയും, അള്ളാഹു നിങ്ങൾ ഈദ്ഗാഹിൽ ഇരുന്ന് നമസ്കരിച്ച് ദുആ ചെയ്തുകൊണ്ടിരുന്ന് തിരിച്ചു പോകുന്നവരെ നോക്കി അള്ളാഹ് പറഞ്ഞു, നിങ്ങളുടെ പാപങ്ങളെല്ലാം ഞാൻ മാപ്പ് ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ തിന്മകളെല്ലാം ഞാൻ മായ്ച്ചു കളഞ്ഞിരിക്കുന്നു, നിങ്ങൾ സംതൃപ്തരായി പാപങ്ങളെല്ലാം മായ്ക്കപ്പെട്ടവരായി നിങ്ങളുടെ വീടുകളിലേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരിമാരെ, ഈദ്ഗാഹിൽ ജനങ്ങളെ നോക്കിയിട്ട്, അടിമകളെ നോക്കിയിട്ട്, അള്ളാഹുവിന്റെ അടിയാറുകളെ നോക്കിയിട്ട് അള്ളാഹു പറയുന്ന ഒരു വർത്തമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. നിങ്ങൾ എന്നോട് ചോദിച്ചുള്ളൂ, ലോകരക്ഷിതാവ്, സ്വർഗത്തിന്റെ ഓണർ, പരലോകത്തിന്റെ ഓണർ, മാലിക് യൗമിദ്ദീനായ അള്ളാഹു പറയും, നിങ്ങൾ എന്നോട് ചോദിച്ചു കൊള്ളുക, എന്റെ പ്രതാപത്തിലും മഹത്വത്തിലും സത്യമായി ഇന്നത്തെ ദിവസം ഈ കൂട്ടത്തിൽ വെച്ച്, ഈ മൈതാനത്ത് വെച്ച്, ഈ സദസ്സിൽ വെച്ച് നിങ്ങൾ എന്നോട് നിങ്ങളുടെ ആഖിറത്തിന്റെ എന്ത് കാര്യം ചോദിച്ചാലും അത് ഞാൻ നൽകാതിരിക്കുകയില്ല. നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് നന്മയായത് എന്താണോ എന്ന് നോക്കി അത് ഞാൻ നിങ്ങൾക്ക് നൽകുന്നതാണ്. നിങ്ങൾ സകല പാപം പൊറുക്കപ്പെട്ടവരായി വീടുകളിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. നിങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്തി ഞാൻ നിങ്ങളിൽ പൂർണ്ണമായും സംതൃപ്തനായിരിക്കുന്നു എന്ന് അള്ളാഹു പറയുന്നതാണ്. അപ്പോൾ വാനലോകത്തുള്ള അർശിന്റെ ചുറ്റുമുള്ള അള്ളാഹുവിന്റെ മലായികകൾ ആനന്ദിക്കുകയും റമദാനിലെ നോമ്പ് അവസാനിച്ചപ്പോൾ അള്ളാഹു താല ഈ ഉമ്മത്തികൾക്ക് നൽകിയ നന്മയെക്കുറിച്ച് അവർ പരസ്പരം സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുന്നതാണ്. സഹോദരിമാരെ, ഇവിടെ അള്ളാഹു അടിമകളെ നോക്കിയിട്ട് പറയുന്ന വാക്ക്, നിങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ അള്ളാഹിനെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചിന്താവിഷയമാകേണ്ടത്. നമ്മൾ അള്ളാഹിനെ തൃപ്തിപ്പെടുത്തിയിട്ടുണ്ടോ സഹോദരിമാരെ? ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ നമസ്കാരം കാരണം അള്ളാഹുടെ റിള നമുക്ക് ചൊരിഞ്ഞു കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ പാവം, നമ്മുടെ തൗബ, ഇതെല്ലാം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു എന്നുള്ളത് ഇനിയുള്ള 2-3 ദിവസം അള്ളാഹുവായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഒഴിഞ്ഞിരുന്ന് ചിന്തിക്കാം. കാരണം യൗമുൽ ജായിസ, നിങ്ങൾ ഹദീസിലെടുത്ത് നോക്കിയോ, യൗമുൽ ജായിസയെ പറ്റി സമ്മാനം നൽകുന്ന രാത്രി. സഈദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഈദുൽ ഫിത്ർ അതായത് പെരുന്നാൾ ദിവസം വന്നെത്തിയാൽ മലക്കുകൾ എല്ലാ വഴികളിലും
മലക്കുകൾ നിലയുറപ്പി അള്ളാഹുടെ അനുമതി പ്രകാരം അള്ളാഹു ആണ് പറഞ്ഞു വിടുന്നത്. എല്ലായിടത്തും നിലയുറപ്പിക്കും. സുബഹിയുടെ വാങ്ങി കേൾക്കുമ്പോ തന്നെ എല്ലാ മലക്കുകളും ഈ ദുനിയാവിന്റെ എല്ലാ മൂലകളിലുള്ള വഴിയിടക്കുകളിലെല്ലാം, അതുകൊണ്ടാവും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു വഴി കൂടെ പോയിട്ട് അടുത്ത വഴി കൂടെ പറയാമെന്ന്. ഇങ്ങനെ ആദ്യം പോയ വഴിയിലെ മലക്കുകൾ നിങ്ങളെ മുസാഫത്ത് ചെയ്യും, തിരിച്ചു വരുമ്പോ വേറെ വഴി കൂടെ വരുമ്പോ അവിടെയുള്ള മലക്കുകൾ നിങ്ങളെ മുസാഫത്ത് ചെയ്യും. തക്ബീറും ചൊല്ലി പോകുന്ന നിങ്ങളെ എന്നെയും പടച്ചവനെ അള്ളാഹു എന്നുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. എന്നിട്ട് ഈ നിലയുറപ്പ് ഈ വഴിമുഖങ്ങളിൽ ഇടുക്കുകളിൽ റോഡുകളിൽ ഇങ്ങനെ നിൽക്കുന്ന മലക്കുകൾ വിളിച്ചു പറയാം അള്ളാഹുടെ അനുമതി പ്രകാരം. അല്ലയോ മുസ്ലിം സമൂഹമേ, നിങ്ങളെ അള്ളാഹു ആദരിക്കുകയും നിങ്ങൾക്ക് പ്രതിഫലം ചൊരിഞ്ഞു തരികയും ചെയ്തു തന്നിരിക്കുന്ന അള്ളാഹുവിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊള്ളുക. അതാ നിങ്ങൾ ഈദ്ഗാഹിലേക്ക് പോയിക്കൊള്ളുക എന്ന്. നിങ്ങളെ ആദരിക്കുകയും നിങ്ങൾക്ക് പ്രതിഫലം ചൊരിഞ്ഞു നൽകുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാരുണ്യവാനായ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ പുറപ്പെട്ടുകൊള്ളുക, നിങ്ങൾ നീങ്ങിക്കൊള്ളുക. അതായത് ഈദ്ഗാഹിലേക്ക് പോയി. അത് അള്ളാഹിനെ ഇങ്ങനെ പ്രകീർത്തിച്ചു കൊണ്ട് പോണം. അപ്പം നിങ്ങൾ രാത്രി നമസ്കാരത്തിന് നിങ്ങളോട് അള്ളാഹു കൽപ്പിച്ചപ്പോൾ നിങ്ങൾ അത് നിർവഹിച്ചു. പകൽ നോമ്പനുഷ്ഠിക്കാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ നോമ്പെടുത്തു. സഹോദരിമാരെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ നാഥനെ അനുസരിച്ച് തൃപ്തിപ്പെടുത്തി അതിനാൽ നിങ്ങൾക്കുള്ള പുരസ്കാരങ്ങൾ, സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുക. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഒരു മലക്ക് അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഈദ്ഗാഹിന്റെ മൈതാനത്തിൽ നിന്ന് വിളിച്ചു പറയുമെന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അറിയുക, നിങ്ങളുടെ നാഥൻ നിങ്ങളുടെ സകല പാപങ്ങളും പുറത്തു വന്നിരിക്കുന്നു. അതിനാൽ സന്മാർഗികളായി പാപം പൊറുക്കപ്പെട്ടവരായി നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോയിക്കൊള്ളുക. ഇത് സമ്മാനത്തിന്റെ ദിവസമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാനലോകത്ത്, ആകാശ ലോകത്ത് യൗമുൽ ജായിസ, പ്രതിഫലത്തിന്റെ ദിനം, സമ്മാന ദിനം എന്ന് വിളിക്കപ്പെടുന്ന. ആലോചിച്ച് നോക്കിയ സഹോദരിമാരെ, ഒന്ന് ആലോചിച്ച് നോക്കി. ഇതെല്ലാം ഓർത്തുകൊണ്ട് വേണം എന്റെ പൊന്നു മക്കൾ ഈദ്ഗാഹിലേക്ക് പോകാൻ. ഇങ്ങനെയൊക്കെ നിങ്ങളെ മനസ്സിൽ ഓർമ്മ വരുമെങ്കിൽ നിങ്ങളെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണം. കാരണം ഞാൻ ഇന്നത്തെ ദിവസം ഇച്ചിരി വളരെ അഡ്ജസ്റ്റ്മെന്റിൽ ക്ലാസ് എടുക്കലാണ്. ഞാൻ വളരെ സമയം കണ്ടെത്തി എടുക്കുന്ന ക്ലാസ്സാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണം സഹോദരിമാരെ. യൗമുൽ ജായിസ, സമ്മാന ദിനം നല്ല നിലക്ക് എന്റെ പൊന്നുമക്കൾ എല്ലാവരും പ്രയോജനം. കാരണം ആ കുറഞ്ഞ സമയം, രാവിലെ സുബഹി തൊട്ട് തുടങ്ങി പെരുന്നാളിന്റെ നമസ്കാരം കഴിയുന്നുള്ള സമയം അതിവിശിഷ്ടമാണ്. സഹോദരിമാരെ, സമ്മാനം നൽകുന്ന ആർക്ക്? നോമ്പെടുത്തും രാത്രി നിസ്കരിച്ചും ഈ മാസത്തെ അങ്ങ് സമ്പുഷ്ടമാക്കിയ സാലിഹീങ്ങളായ അള്ളാഹുവിന്റെ അടിമകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ച പ്രത്യേക അനുഗ്രഹത്തെ കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ഈ പറയുന്നത്. അതുകൊണ്ട് നല്ല നിലയിൽ മത്സരത്തിൽ പങ്കെടുത്ത് മത്സരത്തിൽ വിജയിച്ച ആളുകൾക്ക് പാരിതോഷികങ്ങൾ നൽകുന്ന രംഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? മത്സരത്തിൽ 1ാം റാങ്ക് 2ാം റാങ്ക് ഒക്കെ കിട്ടിയവർക്കൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവർക്ക് സമ്മാനം കൊടുക്കുന്ന ആ ദിവസത്തെ കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നാളെ വിജയിച്ചവർക്കൊക്കെ ഓരോ പരിപാടിയൊക്കെ കഴിയുമ്പോൾ ക്രിക്കറ്റിലാകാം, അല്ലെങ്കിൽ ഫുട്ബോളിലാകാം, ഓരോന്നിനും മത്സരം ചെയ്താൽ അവർക്ക് ഈ സ്വർണ്ണ കപ്പെല്ലാം കൊടുക്കുമ്പോൾ അവർ കിടന്ന് തുള്ളിച്ചാടുന്ന ഇതിന്റെ എത്രയോ ഇരട്ടിയിലാണെന്ന് അറിയാമോ? നല്ല നിലക്ക് നോമ്പൊക്കെ പിടിച്ച് ഇനി നമ്മുടെ മനസ്സിൽ സങ്കടം വന്നു നല്ലപോലെ ചെയ്യാൻ പറ്റില്ല, ഇനിയുള്ള 3 ദിവസം കരഞ്ഞാൽ മതി. നല്ല നിലക്ക് പടച്ചവനെ ഇസ്തിഗ്ഫാർ കൊണ്ടും ആത്മവിചാരണ കൊണ്ട് നന്നായിട്ട് പടച്ചവനെ ഈദ്ഗാഹിൽ നീ സമ്മാനം നൽകുമ്പോ എനിക്കും തരണേ പടച്ചവനെ, എനിക്കും തരണേ എന്ന് പറഞ്ഞുള്ള ഒരു നല്ല വെമ്പുന്ന മനസ്സുകൊണ്ട് അള്ളാഹുടെ മുമ്പിൽ ഒന്ന് പോയി നിന്നാ മതി. നല്ല നിലക്ക് പ്രതിഫലം കിട്ടും. അള്ളാഹു ഈദ്ഗാഹിന്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് വേണം പോകാൻ. ഒരു ചടങ്ങാകരുത്. കാരണം അത്ര വിശിഷ്ടമാണ്. ഇന്ന് ഈ മൈതാനത്ത് വെച്ച് നിങ്ങൾ നിങ്ങളുടെ ആഖിറത്തിന്റെ എന്ത് കാര്യം ചോദിച്ചാലും ഞാൻ നൽകാതിരിക്കത്തില്ല എന്ന് സ്നേഹാനിധിയായ അള്ളാഹു നമ്മളോട് പറയുമെന്ന് മുഹമ്മദ് നബിയാ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഒന്ന് ആലോചിക്കുക, ആഖിറത്തിന്റെ എല്ലാ കാര്യവും ഒന്ന്. അല്ലാതെ ഇപ്പം സാധാരണ ഈദ്ഗാഹി ഒരു അസ്സലാമു അലൈക്കും വലൈക്കും സലാം എന്നൊക്കെ ഇങ്ങനെ ഒച്ചയിൽ പറഞ്ഞിട്ട് പിന്നെ ഫർദയായി, ഡ്രസ്സായി, ബിരിയാണിയുടെ കാര്യം, ഇതൊന്നും എന്റെ പൊന്നുമക്കള് അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി റോഡിലോട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടെല്ലാം പറയാം. പൊതുവെ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതിന്റെ മറ്റുള്ളവരുടെ ഡ്രസ്സിലേക്ക് നോക്കില്ല, എന്നിട്ടൊരു ചിരി, എല്ലാരെയും നോക്കി ചിരി, അതെല്ലാം നല്ല കാര്യമാ. ഈ നിസ്കാരവും ദുആയും എല്ലാം കഴിഞ്ഞിട്ട് ഈദ്ഗാഹി വേറെ നമസ്കാരം ഒന്നുമില്ല. ഈ പെരുന്നാൾ നിസ്കാരം അല്ലാതെ വേറെ ഒരു സുന്നത്ത് നിസ്കാരം ഈദ്ഗാഹിന്റെ മൈതാനത്തില്ല. അവിടെ ഉള്ളി ദുആയാണ്. അവിടെ ദുആയ്ക്കാണ് നബി പ്രാധാന്യം കൊടുത്തത്. ഖുത്ബ ശ്രദ്ധിച്ചു കേൾക്കണം. അവിടെ വന്നിരുന്നിട്ട് അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പോകുമ്പോഴേ നന്നായിട്ട് തക്ബീർ ചൊല്ലി പോണം. കാരണം നമ്മളെ ഇത്രയും പഠിച്ചവനെ എനിക്ക് ഹിദായത്ത് എന്ന സത്യവും അസത്യവും വേർതിരിച്ച് എന്റെ ജീവിതത്തിന് ദിശാബോധം നൽകുന്ന നൂറിൻ അലാ നൂറായ ഖുർആൻ
അതെനിക്ക് ഇറക്കിത്തന്ന റബ്ബേ, അങ്ങനെ അതിന് നന്ദിയായിക്കൊണ്ട് ഞാൻ നോമ്പെടുത്ത് റബ്ബേ എന്നെ സ്വീകരിക്കണേ റബ്ബേ, അള്ളാഹുവിനെ പ്രകീർത്തിക്ക് റബ്ബേ. എനിക്ക് ദുനിയാവിലെ എല്ലാത്തിനേക്കാളും പെട്ടെന്ന് ആലോചിക്കുക, നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട നമുക്ക് അനുവദിച്ച കാര്യങ്ങളൊക്കെ അല്ലേ ഈ വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അതുപോലെ ഇണയാണെങ്കിലൊക്കെ അള്ളാഹു അനുവദിച്ച കാര്യങ്ങളാ. ഇതെല്ലാം അള്ളാഹ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സാധിച്ചു. അതുകൊണ്ട് അള്ളാഹു അക്ബർ. എല്ലാത്തിനേക്കാളും വലുത്, എനിക്ക് ആഹാരത്തെക്കാളും വെള്ളത്തെക്കാളും എന്റെ ഇണയെക്കാളും മറ്റെന്തിനേക്കാളും വലുത് നീയാണ് റബ്ബേ. സഹോദരിമാരെ, ഇതിൽ വലിയൊരു മെസ്സേജും കൂടെ ഉണ്ട്. റമദാൻ മാസത്തിൽ നമ്മൾ ഒരു ദിവസം 14 മണിക്കൂർ നോമ്പിലാകുമ്പോ ഇപ്പൊ ഏകദേശം ഒരു മാസക്കാലം ആകുമ്പോ 10,420 മണിക്കൂർ നോമ്പിലായി. ഈ നോമ്പിൽ നമുക്ക് അനുവദിച്ച ഹലാലായ സുഖങ്ങളാണ് നമ്മൾ വേണ്ടാന്ന് വെച്ചത്. ഭക്ഷണം ഹലാലാണ് അല്ലെ? വിശക്കുമ്പോ ഭക്ഷണം കഴിക്കാൻ അത് ഹലാലാണ്, ദാഹിക്കുമ്പോ വെള്ളം കുടിക്കാൻ ഹലാലാണ്. അതുപോലെ തന്നെ ഹലാലായ ഇണ എന്നെന്നും ഹലാല് തന്നെയാണ്, ഏത് സമയവും. അതെല്ലാം നമ്മളെ കൊണ്ട് നിർത്തി 14 മണിക്കൂർ ഒരു ദിവസത്തിന് ഇത്ര മണിക്കൂർ വേണ്ടാന്നുള്ള വെപ്പിക്കുന്നതിലൂടെ നമ്മളെ മനസ്സിലാക്കി തരടോ, നിനക്ക് പറ്റുമെടോ റമദാന് ശേഷം ഹലാലല്ലാത്ത ഹറാമിലേക്ക് പോകാതിരിക്കാൻ നിന്നെ കൊണ്ട് സാധിക്കും. കാരണം നീ 30 ദിവസം നിനക്ക് ഞാൻ ഹലാലാക്കിയത് തന്നെ നീ വേണ്ടാന്ന് വെച്ചു. ഒരു മാസക്കാലം ഒരു 10,420 മണിക്കൂർ നീ അനുവദിക്കപ്പെട്ടത് വേണ്ടാന്ന് വെച്ച് നിനക്ക് റമദാനിന്റെ ഇപ്പുറം വേണ്ട, ഞാൻ ചെയ്യരുതെന്ന് പറഞ്ഞ അനുവദിക്കാത്ത കാര്യത്തിലേക്ക് പോകാതിരിക്കാൻ നിനക്കാകുമെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും കൂടിയാണ് ഈ ഭക്ഷണവും വെള്ളവും ഇണയൊക്കെ വേണ്ടാന്ന് വെക്കുന്നതിൽ നമ്മളെ കൊണ്ട് പരിശീലിപ്പിക്കുന്നത്. നമുക്ക് നല്ല മെസ്സേജാണ് ഇതിനകത്തുള്ളത്. എല്ലാരും കാര്യങ്ങൾ മനസ്സിലാക്കണം സഹോദരിമാരെ. അപ്പൊ ഈ നല്ല നിലയിൽ അൽഹംദുലില്ലാ പെരുന്നാൾ നമസ്കാരം നല്ല നിലയിൽ രാവിലെ എഴുന്നേൽക്കുക, സുബഹി നിസ്കരിക്കുമ്പോൾ തന്നെ എപ്പോഴും മനസ്സിൽ തക്ബീർ ഉണ്ട്. തഹജ്ജുദ് തൊട്ടേ തക്ബീർ, അള്ളാഹുവിനെ പ്രകീർത്തി അർത്ഥം ചിന്തിച്ചിട്ട് വേണം ആ തക്ബീർ ചൊല്ലാൻ. നല്ല നിലക്ക് തക്ബീറൊക്കെ ചൊല്ലി ഈദ്ഗാഹിലേക്ക് വരുന്ന വഴി എല്ലാവരും ജസ്റ്റ് തക്ബീർ ചൊല്ലുമ്പോൾ ചിരിക്കേണ്ടവർക്ക് പുഞ്ചിരി മാത്രം, വർത്തമാനങ്ങളൊക്കെ പിന്നെയാണ്. ഈദ്ഗാഹിന്റെ മൈതാനത്തേക്കും വഴിനീളം വർത്താനം പറഞ്ഞു വരേണ്ട. ഇൻഷാ അല്ലാഹ് എല്ലാം പറയാന്നുള്ള നിലക്ക് വെയിറ്റ് ചെയ്തിട്ട് വന്നിരിക്കുക. അവിടെ വന്നിരുന്ന് തക്ബീർ ചൊല്ലുക, പ്രാർത്ഥിക്കുക. ആഖിറത്തിന്റെ എല്ലാ കാര്യവും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ മരണം തൊട്ട് തുടങ്ങി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നവരെയുള്ള എല്ലാ കാര്യങ്ങളും ഓർഡറായിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങളുടെ ദുനിയാവിന്റെ എന്ത് കാര്യവും നിങ്ങൾ ചോദിച്ചോ. ഇനി ഖുതുബ കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ്, ഒരു 5 മിനിറ്റ് എങ്കിലും അവിടെ ഇരുന്നു കൊണ്ട്, ഇനിയിപ്പോ നല്ല വെയിലാണ് എന്നാലും ഒരു 5 മിനിറ്റ് അവിടെ നിങ്ങളുടെ ദുനിയാവിന്റെ എല്ലാ കാര്യവും നിങ്ങൾ ചോദിച്ചോ. ആദ്യം നിങ്ങൾ ആഖിറത്തിന്റെ കാര്യം, മരണം തൊട്ട് തുടങ്ങി സ്വർഗം വരെ കയറുന്നതിന്റെ എല്ലാ കാര്യവും ചോദിക്കണം. ഒരു മനുഷ്യന്റെ ചിന്ത ആഖിറമായി കഴിഞ്ഞാൽ ആഖിറത്തിന്റെ വിഷയത്തെ ദുനിയാവിൽ അവന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹ് ഏറ്റെടുത്ത് ഭംഗിയായിട്ട് നടത്തിത്തരും. അപ്പൊ ആഖിറത്തെ കുറിച്ച് വ്യാകുലപ്പെട്ടും ആഖിറത്തെ കുറിച്ച് പ്രതീക്ഷിച്ച് നന്നായിട്ട് പ്രാർത്ഥിക്കുക. അതിനുശേഷം ദുനിയാവിന്റെ എല്ലാ കാര്യം, മക്കൾക്ക് വേണ്ടി, ഇണയ്ക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, നിങ്ങളുടെ സ്വന്തം ശരീരത്തിന്റെ ആഫിയത്തിന് വേണ്ടി, എന്നിട്ട് അള്ളാഹുവെ പ്രതിജ്ഞ ചെയ്യണം. അള്ളാഹു ഈ മഹത്തായ നിന്റെ വാനലോകത്തെ മലക്കുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഈ സരസിൽ എന്ന റഹ്മാന് നല്ല പ്രതിജ്ഞ, അസ്മിൽ ഉമൂറായ ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ട് വരണം. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ ഞാൻ നന്നായിട്ട് ജീവിക്കും. അള്ളാഹു നീ എന്നെ അതിന് അള്ളാഹു ഈ സരസിൽ കൂടിയിരിക്കുന്ന മലക്കുകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് റബ്ബേ ഞാൻ നിന്നോട് പ്രഖ്യാപിക്കുന്ന റഹ്മാനെ, എനിക്കിനി അങ്ങോട്ട് നന്നായിട്ട് ജീവിക്കണം റബ്ബേ, എനിക്ക് നല്ലതുപോലെ ജീവിക്കണം, നിന്നെ തൃപ്തിപ്പെട്ട് നിന്റെ ഇഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് നിന്റെ ഖുർആൻ പഠിച്ചു നല്ല ഒരു ജീവിതം നയിക്കാൻ എനിക്ക് തൗഫീക്ക് നൽകണേ റഹ്മാൻ. എന്റെ സമയങ്ങളൊന്നും പാഴായി പോകാതിരിക്കാൻ നീ എന്നെ അനുഗ്രഹിക്കണേ റബ്ബേ, നീ എന്നെ പരിഗണിക്കുക, എനിക്ക് എല്ലാ സഹായവും ചെയ്തു തന്നെ റബ്ബേ. എനിക്കൊന്നും അറിയത്തില്ല റബ്ബേ, എനിക്ക് എല്ലാം നീ പഠിപ്പിച്ചു തന്നെ പഠിച്ചവനെ, നീ എന്റെ കൂട്ടുകാരനാകണേ പഠിച്ചവനെ, നീ എന്നെ എപ്പോഴും ഇങ്ങനെ നല്ല ഒരു പ്രതിജ്ഞയും കൂടെ എടുത്തിട്ട് വേണം ഈദ്ഗാഹിന് വരാൻ. എന്താന്ന് പറയുക, സൂറത്ത് നഹലില് അള്ളാഹു ഒരു 90, ഞാൻ മുഖദ്ദിമയിൽ ഓതിയ ആയത്തതാണ്, വലാ തക്കൂനു നിങ്ങളാകരുത് കല്ലത്തി ഒരു കൂട്ടരെ പോലെ, ഒരു പെണ്ണിനെ പോലെ, ഒരു വയസ്സി തള്ളയെ നമ്മുടെ സൂറത്ത് നെഹലാണ്. അൻകാസ എന്താണ് അതിന്റെ അർത്ഥം? ഉറപ്പോടെ നൂല് നൂറ്റതിന് ശേഷം തന്റെ നൂല് പല ഇഴകളാക്കി പിരിച്ചുടച്ച് കളയുന്ന ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആകരുത്. നമ്മൾ മുമ്പ് ഇപ്പൊ ഇത് പറഞ്ഞാൽ മനസ്സിലാവാന്ന് അറിയത്തില്ല. മുമ്പ് കാലത്തേക്ക് ഈ കയറുണ്ടാക്കുന്ന ആലപ്പുഴയിൽ കയറിന്റെ പ്രൊഡക്റ്റ് നടക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് എനിക്കത് മനസ്സിലാകും നന്നായിട്ട്. ആദ്യം നമ്മൾ നാളികേരത്തിന്റെ തൊണ്ട് കുളത്തിൽ കൊണ്ടിട്ട് നനച്ചു കുതിർത്ത് അത് പിന്നെ 2-3 ദിവസം ഒരാഴ്ച വെള്ളത്തിൽ കുരുത്തിട്ട് വെളിയിലോട്ട് എടുത്തിട്ട് അതിനെ തല്ലി കുടഞ്ഞ് അതിന്റെ ചവറൊക്കെ മാറ്റിയിട്ട് പിന്നെ അതൊരു മിഷനകത്തിട്ട് അടിച്ച് പരത്തി
അത് നല്ല ചകിരിയാക്കും. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് വളരെ നൈസാക്കി എടുത്തിട്ട് പിരിക്കാൻ തുടങ്ങും. കൈകൊണ്ട് ഇങ്ങനെ പിരിച്ച് ഇഴകളാക്കി നല്ല ബലവത്തായ കയറാക്കുക. അതിന്റെ പിന്നെ നല്ല പരിശ്രമമുണ്ട്. ഒരു 10 ദിവസത്തെ നല്ല പരിശ്രമം ചെയ്തിട്ടാണ് ഈ നാളികേരത്തൊണ്ട് നല്ല കയറായി പിന്നെ ഒരു മാറ്റായിട്ടൊക്കെ വരുന്നത്. അതിന്റെ പ്രൊഡക്ഷൻ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ ഖുർആൻ അത് തന്നെ പറയുന്നു. ഇവിടെ നൂല് പിന്നെ പിരിച്ചതിന് ശേഷം അത് നല്ല ഉറപ്പോടെ നൂറ്റതിന് ശേഷം അഴിച്ചു കളയുന്നവളെ പോലെ ആകരുതെന്ന് പറയുന്നത് മറ്റൊരു ഉദാഹരണമാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറഞ്ഞു തന്നത്. എന്നിട്ട് പെട്ടെന്ന് ഇത് ഇത്രയും പാടുപെട്ട 10 ദിവസം കൊണ്ട് ഇതൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് അത് കഴിഞ്ഞിട്ട് ഇത് വേഗം തന്നെ അഴിച്ച് കാറ്റത്ത് പറത്തുന്ന ഒരു സ്ത്രീയെ പോലെ നിങ്ങൾ ആകരുതെന്ന്. സൽക്കർമ്മമൊക്കെ ചെയ്ത് അള്ളാഹുവായിട്ട് കരാറൊക്കെ ചെയ്ത് എന്നെ അനുഗ്രഹിക്കണേ റബ്ബേ, നിന്റെ എനിക്ക് നരകവിമോചനം തരണേ പടച്ചവനെ, സ്വർഗത്തിൽ എന്നെ പ്രവേശിപ്പിക്കണേ റബ്ബേ, ഇതുവരെയുള്ള എല്ലാം പുറത്തു തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ശവ്വാലൊട്ട് വീണ്ടും പഴയതുപോലെ ആയാല് അള്ളാഹ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. നല്ലദീന ആമനു സുമ്മ കഫറു സുമ്മ ആമനു സുമ്മ കഫറു സുമ്മസ്ദാദു കുഫ്റ. അള്ളാഹ് പറയും വിശ്വസിക്കും, കുറച്ചു നാൾ നല്ല കാര്യമൊക്കെ ചെയ്യും, പിന്നെയും പഴയതുപോലെ, പിന്നെ കുറച്ച് റമദാൻ വരുമ്പോൾ വീണ്ടും ചാർജ് ചെയ്യും, വീണ്ടും പഴയതുപോലെ. ഇങ്ങനത്തെ ഒരു ഗതികെട്ട ജീവിതം നിങ്ങൾ നയിക്കരുത്. അങ്ങനെ നയിച്ചാൽ അവസാനം സുമ്മസ്ദാദു കുഫ്റ, നിങ്ങളുടെ നിഷേധത്തരത്തിനുള്ള അവസരം അള്ളാഹു വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും. എന്നിട്ട് അങ്ങനെയുള്ള മുനാഫിക്ക്, അത് മുനാഫിക്കിങ്ങളെ ബശീറിൽ മുനാഫിക്ക്, ആ മുനാഫിക്കിങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ബി അന്നലഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കുക. ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ പറയുന്നത് അള്ളാഹുവിന് അങ്ങേയറ്റം ദേഷ്യവും കോപവും സങ്കടവും എല്ലാം വരുമ്പോൾ പറയുന്ന ഒരു വാക്കാണ്, പദവാണ്. അതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒരു സ്ത്രീകളെ പോലെ നമ്മൾ ആകരുത്. നമ്മൾ നല്ല നിലക്ക് അള്ളാഹുവിന്റെ ഈദ്ഗാഹിൽ നിന്ന് വളരെ വിനയമായിട്ട് ഹൃദയം കൊണ്ടൊരു ഉടമ്പടി ചെയ്യണം. ആരുമായിട്ടാണ് ചെയ്യുന്നതെന്നുള്ള മഹത്വം ഗാംഭീര്യത്തോടുകൂടി, റബ്ബേ ഇനി മുതൽ ഞാൻ നന്നായി ജീവിക്കാൻ പടച്ചവനെ, എനിക്കിപ്പോ 46 വയസ്സായി പടച്ചവനെ, ഈ 46 വർഷത്തെ എല്ലാം എനിക്ക് പുറത്ത് എനിക്കൊരു ഫ്രഷ് കിതാബിന്റെ കയ്യിലോട്ട് തരണം. ഇങ്ങനെ അള്ളാഹുമായിട്ട് ഇങ്ങനെ സംസാരിച്ച് എന്റെ കിതാബിലുള്ളതെല്ലാം വായിക്കണേ റബ്ബേ, ഞാൻ ഇനി മുതൽ നന്നായിട്ട് ജീവിക്കാൻ. ശവ്വാൽ 1 തൊട്ട് നന്നായി ജീവിക്കുന്നവരാകണം. നമ്മുടെ റമദാൻ സ്വീകരിച്ചിട്ടുണ്ടോ, റമദാൻ പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ ഉള്ളത് നമുക്ക് ശവ്വാൽ തൊട്ട് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും സഹോദരിമാരെ. അതുകൊണ്ട് നല്ല കുട്ടികളാകണം എല്ലാവരും, നല്ല പൊന്നു മക്കളാകണം എല്ലാവരും. ഉമ്മാന്റെ കുട്ടി നല്ല കുട്ടിയാകണം എന്നൊക്കെ നമ്മുടെ ഉമ്മാമാര് പറയത്തില്ലേ ചെറിയ മക്കളോട്? അതുപോലെ ഞാൻ എന്നോടും നിങ്ങളോടും പറയാം, നമുക്ക് നല്ല കുട്ടികളാകാം സഹോദരിമാരെ, നല്ല മക്കളാകാം. നമുക്ക് അള്ളാഹുടെ മുമ്പിൽ നിന്ന് വൈകുന്നേരമൊക്കെ ഇരുന്ന് കരയാം നമുക്ക്. പടച്ചവനെ നീ എന്നെ സ്വീകരിക്കണം. ഇത്രയും വലിയൊരു സംഭവം, 1 മാസക്കാലം വലിയൊരു സംഭവം നടന്നിട്ട് നമുക്ക് മാറാൻ പറ്റിയില്ല. ഇനി നമ്മൾ പിന്നെ എപ്പോഴാ മാറാൻ പോകുന്നത്? എപ്പോഴാ നല്ല തീരുമാനം എടുക്കാൻ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കി. അതുകൊണ്ട് നമുക്ക് നല്ല കുട്ടികളാകാം സഹോദരിമാരെ. ഇനിയുള്ള ഒരു അടുത്ത അമൃത ഈദ്ഗാഹായി ആത്മവിചാരണയുടെ ദിവസങ്ങൾ ഈ 3 ദിവസം, അത് കഴിഞ്ഞ് ഫിത്ർ സക്കാത്തൊക്കെ കൊടുത്ത് ഈദ്ഗാഹിലേക്ക് വന്ന് ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ശവ്വാല് കഴിഞ്ഞാൽ 6 നോമ്പ് നോക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശവ്വാലിൽ 6 നോമ്പ് പിടിച്ചിരുന്നു എന്ന് ഹദീസ് സ്ഥിരപ്പെടുന്നുണ്ട്. ശവ്വാലിൽ 6 നോമ്പ് പിടിച്ചാൽ 60 നോമ്പിന്റെ കൂലി കിട്ടും. ഒരു നോമ്പിന് 10 കൂലി. റമദാനും ശവ്വാലിനെയും കൂടെ നോമ്പ് പിടിക്കുമ്പോൾ വർഷം മുഴുവനും നോമ്പ് നോറ്റത് പ്രതിഫലം എന്നാണ്. കാരണം റമദാനിൽ 30 നോമ്പ് പിടിക്കുമ്പോൾ ഒന്നിന് നോർമൽ 10 പ്രതിഫലമാകുമ്പോ ഒന്ന് കുട്ടിക്ക് ഒരു നോമ്പിന് 10 നോമ്പിന്റെ പ്രതിഫലം, 30 നോമ്പ് പിടിക്കുമ്പോൾ 300 നോമ്പിന്റെ കൂലി. ശവ്വാലിൽ 6 നോമ്പിന്, ഒരു നോമ്പിന് 10 ആകുമ്പോൾ 6 നോമ്പിന് 60 നോമ്പിന്റെ കൂലി. 300 + 60 ആകുമ്പോൾ 360. അതാണ് ശവ്വാലിൽ 6 നോമ്പ് നോറ്റവന് വർഷം മുഴുവൻ നോമ്പ് നോറ്റ കൂലി എന്ന് പറഞ്ഞതിനെ വിശദീകരിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. റമദാനിലെ ഒരു നോമ്പിന് 10 നോമ്പിന്റെ കൂലിയാണ്. 30 നോമ്പ് നിങ്ങൾ പിടിക്കുമ്പോൾ 300 നോമ്പിന്റെ പ്രതിഫലമാണ്. അതിനുശേഷം വരുന്ന 6 നോമ്പ്, ശവ്വാലിൽ 6 നോമ്പ് പിടിക്കുമ്പോൾ 6 നോമ്പ് പിടിച്ചാൽ 60 നോമ്പിന്റെ കൂലി. ഒന്നിന് 10 ഇരട്ടി പ്രതിഫലമാകുമ്പോൾ 6 എണ്ണം പിടിക്കുമ്പോൾ 60 നോമ്പിന്റെ കൂലി. അപ്പൊ ടോട്ടൽ 360 നോമ്പിന് വർഷം മുഴുവനും നോമ്പ് നോറ്റ കൂലിയാണ്. അതുകൊണ്ട് അതും എല്ലാവരും പിടിക്കാൻ. ഞാൻ ഇതുവരെയുള്ള എന്റെ ഓർമ്മ വെച്ച നാൾ തൊട്ട് ശവ്വാലിന്റെ 2ാമത്തെ ദിവസം തൊട്ട് പിടിക്കലാണ് എന്റെ ഒരു ചര്യ. എനിക്കതാണ് ഇഷ്ടം. അങ്ങനെ പിടിക്കാം. അതല്ല ശവ്വാൽ മാസത്തിൽ തിങ്കളും വ്യാഴമായിട്ട് പിടിക്കാം. ശവ്വാൽ അവസാനിക്കുന്നതിനുള്ളിൽ പിടിച്ചു വിടിയാൽ മതി. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ശ്രേഷ്ഠ സഹാബികൾ ശവ്വാൽ 2 തൊട്ടാണ് അങ്ങ് പിടിച്ചേക്ക്. അടുപ്പിച്ച് 6 പിടിക്കലാണ് അവരൊക്കെ ചെയ്തിരുന്നത്. അപ്പൊ ആ മാർഗമാണ് ഞാൻ ഇതുവരെയും പിന്തുടർന്നിട്ടുള്ളത്. ഈ വർഷം മാത്രം
ഈ വർഷം മാത്രം ഞാൻ ഇപ്പൊ കല്യാണ തിരക്കായതുകൊണ്ട് കല്യാണം കഴിഞ്ഞിട്ട് ഷവ്വാൽ ഒരു തിരക്കങ്ങോട്ടൊന്നും കഴിഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഷവ്വാൽ അവസാനിക്കുന്ന ലാസ്റ്റത്തെ ആഴ്ച ഒന്നിച്ച് കുടുംബസമേതം പിടിക്കാമെന്ന് നിയത്താക്കിയിരിക്കുകയാണ്. നിങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ഷവ്വാലിന്റെ പിറ്റേന്ന് തന്നെ, പെരുന്നാൾ പിറ്റേന്ന് തൊട്ട് തന്നെ പിടിക്കാൻ ശ്രമിക്കുക. അത് ഏറ്റവും ശ്രേഷ്ഠമായ ശക്തിമത്തായ സുന്നത്താണ്. അള്ളാഹു അതിനുള്ള നല്ല തൗഫീക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരെ, അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹം മനസ്സിലുണ്ട്. റമദാന് ശേഷമുള്ള ജീവിതം അള്ളാഹു ശ്രദ്ധിക്കും. കാരണം നമ്മളിപ്പോ നമ്മുടെ വീട്ടിൽ നമ്മൾ ഒരു കഴിവും ആകെ നമ്മുടെ മുമ്പിൽ വന്ന നിസ്സഹായന ഒരാൾക്ക് എല്ലാ സൗകര്യവും ചെയ്ത് നമ്മളോട് കുറച്ച് ദ്രോഹമൊക്കെ ചെയ്തവരായിരിക്കാം. എന്നാൽ അവർക്ക് അതെല്ലാം മാപ്പ് ചെയ്ത് കൊടുത്ത് നമ്മളെ ദ്രോഹിച്ചവരാ. കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മളെ ദ്രോഹിച്ച ഒരാള് നമ്മുടെ മുമ്പിൽ വന്ന്, നമ്മുടെ കുടുംബക്കാരാണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും അറിയാവുന്ന ആരെങ്കിലും ആണ്, പക്ഷെ നമ്മളോട് നല്ല ഡീലിംഗ് ഒന്നും ആയിരുന്നില്ല, നമ്മുടെ ബുദ്ധിമുട്ടിന്റെ സമയത്തും നമ്മളെ സഹായിച്ചിട്ടില്ല. അങ്ങനെ അയാളിപ്പം അന്ന് പണക്കാർ, പക്ഷെ ഇന്നിപ്പം വളരെ നിസ്സഹായനായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്ന് നമ്മൾ അവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്ത്, അവർക്ക് നല്ലൊരു വീട് വെച്ചു കൊടുത്ത്, അവർക്ക് ഉപജീവന മാർഗത്തിനായിട്ട് ഒരു ഓട്ടോറിക്ഷ വാങ്ങിച്ചു കൊടുത്ത്, അങ്ങനെ എല്ലാം ചെയ്തെല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് എല്ലാം നമ്മൾ ആനുകൂല്യങ്ങളൊക്കെ അവർ പിൻപറ്റിയതിനു ശേഷം പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ കണ്ടിട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളൊന്ന് വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല, എല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഇതെന്തൊരു നന്ദി കെട്ട ഒരു ജാതിയാണ് എന്റെ പഠിച്ചവനെ നമ്മൾ പറയത്തില്ലേ. നമ്മൾ ഉറപ്പായിട്ടും പറയും, എന്റെ പോനെ എന്തൊക്കെ ചെയ്തു കൊടുത്തിട്ട് ഒരു നന്ദിയില്ല, അവൻ കാണിച്ച എല്ലാം ഞാൻ മാപ്പാക്കിയിട്ടാണ് അവൻ ഇത്ര ഉപകാരം ഞാൻ ചെയ്തു കൊടുത്തത് എന്ന് പറയുന്ന ഇതുപോലെ അള്ളാഹുവിന്റെ മുമ്പിൽ, കാരുണ്യവാനായ റബ്ബുൽ ആലമീന്റെ മുമ്പിൽ എല്ലാം ഏറ്റുപറഞ്ഞ് അവൻ നമ്മളെ ആദരിച്ച് നമുക്ക് എല്ലാ അനുഗ്രഹവും ചെയ്ത് ഈദ്ഗാഹിൽ നമുക്ക് പുരസ്കാരം തന്ന് യൗമുൽ ജായിസായിൽ സമ്മാനമൊക്കെ നൽകി വിട്ടിട്ട് റമദാന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ നമ്മൾ മറന്നു പോകരുത്. ഷെയ്ത്താന് അപ്പൊ കാലാൾപ്പടയായിട്ട് ഇനി ഓടി വരും. ഇനി അവനെ പ്രതിരോധിക്കാനുള്ള ഈമാൻ സ്റ്റോർ ചെയ്തിരിക്കുന്ന അതെടുത്ത് ഉപയോഗപ്പെടുത്തേണ്ടവരാണ് നമ്മൾ. വലാ തകൂനു, നിങ്ങളാകരുതേ, അള്ളാഹു പറയുന്ന നസുല്ലാഹ, എന്നെ മറന്നു പോകുന്നവരാകരുതോ. അതത്ര എന്തൊരു വാക്കാണെന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പഠിച്ചതാണ് സൂറത്ത് ഹഷറിലെ ആയത്ത്. നസുല്ലാഹ, എന്നെ മറന്നു പോകുന്നവരാകരുത്. അള്ളാഹാണ് നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അള്ളാഹുവിന്റെ വിഷയത്തിൽ മറതി വരരുത്. നമുക്ക് സൽക്കർമ്മത്തിന്റെ വിഷയത്തിൽ, മോമിനീങ്ങളെ അള്ളാഹ് വിളിച്ചു പറയുന്ന ഓരോ വിഷയത്തിൽ നമുക്ക് ഒരിക്കലും മറതി സംഭവിക്കരുത്, പിഴവ് സംഭവിക്കരുത്. സഹോദരിമാരെ, അള്ളാഹ് നമ്മളോട് പറയാണ്, യാ ബനി ആദം, അല്ലെ ആദമിന്റെ മക്കളെ, നമ്മളെ എല്ലാരെയും വിളിക്കുക, എന്നെയും നിങ്ങളെ ഈ ലോകത്തുള്ള സകല മനുഷ്യരെയും വിളിച്ചിട്ട് യാ ബനി ആദം അല്ലാ തഅബുദു ശൈത്താൻ, ഷെയ്ത്താനെ നിങ്ങൾ പിൻപറ്റരുത്, ഫോളോ അപ്പ് ചെയ്യരുത്. ഇന്നഹു ലക്കും അദുവ്വും മുബീൻ, അവൻ നിങ്ങളുടെ ശത്രുവാണ് കേട്ടാ, അവൻ നിങ്ങളുടെ ശത്രുവാണ് കേട്ടാ. അള്ളാഹ് നമുക്ക് പറഞ്ഞു തരുന്ന ആ ശത്രുവിനെ ശത്രുവായി മനസ്സിലാക്കി ശത്രുവിന്റെ ആക്രമണത്തെ ജാഗ്രതയോടെ കാത്തിരുന്നു കൊണ്ട് ഇനിയുള്ള തുച്ഛമായ ജീവിതകാലം നമുക്ക് കരുതലോടെ ജീവിക്കാം. പൊന്നുമക്കളെ, നല്ല നീയത്തൊക്കെ എടുക്ക, അള്ളാഹുവിന്റെ മുമ്പില് നല്ല നീയത്തെടുക്ക്. എന്നിട്ട് ഇപ്പോ പള്ളിയിലൊക്കെ എങ്ങനെയാണ് സജീവമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ എല്ലാവരും പറ്റുന്നവരെല്ലാവരും പള്ളിയുമായിട്ട് സജീവമായ ബന്ധമുണ്ടാണ്. കുറഞ്ഞ പക്ഷം എല്ലാവരും ജുമാ ദിവസം കുറച്ച് നേരത്തെ പോയിരുന്ന് ആ എല്ലാ ആഴ്ചയിലും കഴിഞ്ഞ വെള്ളിയാഴ്ച തൊട്ട് ഈ വെള്ളിയാഴ്ച വരെയുള്ള ഒരാഴ്ചത്തെ കാലം ഹിസാബ് എടുക്കണം ഇരുന്ന്. രക്ഷപ്പെടാനുള്ള വഴി, എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറയുകയാണ്. എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഒരു പരിശോധന നമ്മുടെ അമലുകളെ കുറിച്ച് നമ്മൾ നടത്തിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം പള്ളിയിൽ വന്നിരുന്നിട്ട് ഒരാഴ്ചയിലുള്ള നന്മ തിന്മകളെ പറ്റി വിശകലനം ചെയ്യണം. നന്മകളൊക്കെ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പള്ളിയിൽ അല്ലാതെ വീട്ടിലിരുന്നു കൊണ്ട്, ഇപ്പൊ നമ്മുടെ വീട്ടില് ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരത്തില്ലേ, കോള് കൊണ്ടുവരുമെന്ന് പറയത്തില്ലേ, കോള് കൊണ്ടുവന്നെന്ന് പറയത്തില്ലേ. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ സ്വീകരിക്കുന്ന അതിഥികൾക്കൊരു സന്തോഷം ഉണ്ടാകുമല്ലോ. അതുപോലെ നമ്മൾ ഒരാഴ്ച പറ്റുന്ന സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് അള്ളാടെ വീട്ടിൽ വന്നിരുന്നിട്ട് അള്ളാഹുവേ, എന്തായാലും ജുമാക്ക് വരുമ്പോ ഇച്ചിരി നേരത്തെ വന്ന് ഇതൊക്കെ സ്വീകരിക്കണേ റബ്ബേ, എന്റെ ഈ ഒരാഴ്ചക്കാലത്തെ എന്റെ സമയം, ജീവിതം, അതിലെ എന്റെ പ്രവർത്തനങ്ങളൊക്കെ നീ സ്വീകരിക്കണേ റബ്ബേ എന്നിങ്ങനെ പറയുന്ന പള്ളിയുമായിട്ട് സജീവമായ ഒരു ബന്ധം ഇനി അങ്ങോട്ട് എപ്പോഴും ഉണ്ടാകണം. അള്ളാന്റെ വീടാണ് പള്ളി. അവിടെ റഹ്മത്തിന്റെ മലായിക്ക് ഇങ്ങ തിങ്ങി നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അവിടെ നടത്തപ്പെടുന്ന പ്രാർത്ഥനയും കീർത്തനവും പ്രകീർത്തനവും തസ്ബീഹും തസ്ബീഹും എല്ലാം തന്നെ, ഇസ്തിഗ്ഫാർ, പാപമോചന പ്രാർത്ഥനകളെല്ലാം തന്നെ അള്ളാഹുവിലേക്ക് ഒരു മറയില്ലാതെ ഉയർത്തപ്പെടും.
ഖുർആനാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പൊ ഇതൊരു ചര്യയാക്കണം. റമദാന് ശേഷം നല്ല ചര്യയാകണം. അതുപോലെ തന്നെ റമദാന് ശേഷമുള്ള പ്രധാനപ്പെട്ട ഒരു അമലെന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യരുമായിട്ട് കൂട്ടുകൂടണം. നല്ല മനുഷ്യരുമായിട്ട് നമ്മുടെ ഫോണില്, നമ്മുടെ ലിസ്റ്റില്, നമ്മുടെ ഈമാൻ എഹ്സാനൊക്കെ കോട്ടം സംഭവിക്കുന്ന അതാരുമായിക്കൊള്ളട്ടെ, കുടുംബക്കാരാകട്ടെ, അവരുമായിട്ടൊക്കെ ബന്ധം വിച്ഛേദിക്കാനല്ല, അവരെയൊക്കെ ഒരു സ്റ്റാൻഡിൽ നമ്മൾ നിർത്തണം. അവരുമായിട്ട് അധികം സംസാരിക്കാൻ നിൽക്കരുത്. നമുക്ക് ആരെങ്കിലുമായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ ബേജാറുണ്ടാകുന്ന, അസ്വസ്ഥത ഉണ്ടാകുന്ന, എന്തൊക്കെ മുസീബത്താണ് റബ്ബേ സംസാരിച്ചത്, നമ്മൾ അങ്ങോട്ട് പറയുന്നില്ലെങ്കിലും നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരുന്ന ചില കൂട്ടുകാരൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ ഇനി റമദാന് ശേഷം എന്താണെന്നറിയാവോ, കിതാബില് പുതിയ പുതിയ തിന്മകൾ കയറിക്കൊണ്ട് വരും. അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ഞാൻ എന്റെ ആത്മാവിനോട് പറയുകയാണ്, ഞാൻ പ്രസവിച്ച എന്റെ 3 മക്കളോട് പറയണം, അതേ ഒരു ഫീലിങ്സിൽ നിങ്ങളോട് പറയുകയാണ്. ഈദ്ഗാഹിന്ന് ഇറങ്ങുമ്പോ ഒരു പുതിയ കിതാബും കയ്യിൽ പിടിച്ച് ഇറങ്ങുന്ന പോലെ ഫീൽ ചെയ്തിട്ട് വേണം വരാൻ വീട്ടിലോട്ട്, കേട്ടോ. എന്റെ നല്ല കുട്ടികളാകണം എല്ലാവരും. എന്നിട്ട് മനസ്സിൽ കരുതണം, 360 പേജുള്ള ഒരു കിതാബുമായിട്ടാണ് ഞാനിപ്പോ ഈദ്ഗാഹിന്ന് വരുന്നത്. കാരണം ഈദ്ഗാഹിന്ന് പിരിയുന്നതിന് മുമ്പ് വല്ലാഹി ആകാശ ലോകത്തെ മലക്കുകളെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് സ്നേഹാനിധിയായ വദൂദായ ഗഫാറായ ഗാഫിറായ വഹാബായ അള്ളാഹു പറയുന്നത്, നിങ്ങളുടെ സകല പാപങ്ങളും ഇതാ മായ്ക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ രാത്രി നിന്ന് തറാവീഹ് നമസ്കരിച്ചതിനും ഖിയാമുൽ ലൈൽ നമസ്കരിച്ചതിനും, നിങ്ങൾ പകൽ നോമ്പെടുത്തതിനും ഖുർആൻ പാരായണം ചെയ്തതിനും ദാനധർമ്മം ചെയ്തതിനും ഫിത്ർ സക്കാത്തൊക്കെ കൊടുത്ത നിങ്ങൾക്ക് നിങ്ങളുടെ സകല പാപവും ഞാൻ പുറത്തു വന്നിരിക്കുന്ന പാപം മുഴുവനും പൊറുക്കപ്പെട്ടവരായി നിങ്ങൾ വീടുകളിലേക്ക് മടങ്ങിപ്പോയിക്കൊള്ളുക. നിങ്ങൾ എന്നെ തൃപ്തിപ്പെടുത്തിയിരിക്കുന്നു, ഞാൻ നിങ്ങൾ പരിപൂർണമായും തൃപ്തിപ്പെട്ടിരിക്കുക. സഹോദരിമാരെ, റാളിയത്തം മർളിയ യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയത്തം മർളിയ എന്ന വാക്ക് കേൾക്കാൻ കൊതിയുണ്ടെങ്കിൽ ഇന്ന് മുതൽ ഈ റമദാന്റെ ഈ 3 ദിവസം പ്രയോജനപ്പെടുത്തി ഈദ്ഗാഹിൽ വന്ന് അള്ളാഹുടെ തൃപ്തി ഏറ്റി വാങ്ങിക്കൊണ്ട് പോയിട്ട് പിന്നെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം ഞാൻ നയിക്കാമെന്ന് പ്രഖ്യാപിച്ചിട്ട് അള്ളാഹുമായിട്ട് കരാർ ചെയ്യണം. മലക്കുകളുടെ സരസിൽ നിന്നുകൊണ്ട് കരാർ ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് എനിക്ക് നിങ്ങൾക്കൊന്ന് സൂക്ഷ്മമായിട്ട് ജീവിക്കുക. എളുപ്പമാണ് പൊന്നുമക്കളെ, സത്യമായിട്ട് എളുപ്പമാണ്. അള്ളാഹുവിനോടുത്ത് നിങ്ങളും ഞാനും ഒന്ന് സഹായം ചോദിച്ചാൽ അവൻ നല്ല നല്ല കൂട്ടുകാരെയെല്ലാം നമുക്ക് ഏർപ്പാടാക്കി തരും. നല്ല നല്ല ചിന്തകൾ നമുക്ക് ഇട്ടുതരും. നമുക്ക് നല്ല ചിന്തകൾ, ഇനി എങ്ങാനും ഒരു ദൗർബല്യത്തിൽ എന്തെങ്കിലും പിശാചിന്റെ ഇത് വന്നാൽ ഉടനെ തന്നെ അള്ളാഹു ഉത്ബോധനം, നമുക്ക് നമ്മുടെ ആത്മാവ് നമ്മളെ ഉണർത്തിയിട്ട് ഇബ്ലീസിന്റെ ഉടനെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്ത് അവനെ ഓടിക്കാൻ പറ്റി. അപ്പൊ എന്ത് വേണം, ആദ്യം കരാർ അള്ളാഹുമായിട്ട് ചെയ്യണം. ആ കരാറൊക്കെ ചെയ്തിട്ട് ഒരു നല്ലൊരു 360 പേജുള്ള ഒരു കിതാബുമായിട്ട് വീട്ടിൽ വരുന്നത് പോലെ ഇമാജിൻ ചെയ്യണം. പിറ്റേ ദിവസം ശവ്വാൽ 2 ഓരോ ദിവസവും മനോഹരമായിട്ട് ഓരോ പേജ് എഴുതി തീർക്കണം. വൃത്തിയിൽ എഴുതണം. ഞാൻ എഴുതണം എന്ന് പറയുന്നത് വൃത്തിക്ക് ജീവിക്കണം. ഇന്നഹു അലാ ദാലിക ലശഹീദ്, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തണം. നല്ല വർത്തമാനം, നല്ല പെരുമാറ്റം, തഹജ്ജുദ് തൊട്ട് തുടങ്ങി രാത്രി ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളിലൊക്കെ നല്ല ഭർത്താവിന് നല്ലൊരു ഭാര്യയാകണം. പൊന്നുമക്കളല്ലേ, നല്ല കുട്ടികളാകണമല്ലോ. എത്ര വർഷം പഴക്കമുള്ള ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും നല്ല സന്തോഷമായിട്ട് ജീവിക്കണം. ഓരോ ദിവസവും പകലുണ്ടല്ലോ, നമ്മുടെ കല്യാണ ദിവസം, നമ്മുടെ നിക്കാഹിന്റെ, കല്യാണത്തിന്റെ, സൽക്കാര ദിവസത്തിന്റെ പകലിന് നല്ല ഒരു സുഗന്ധമായിരുന്നു. ആ സുഗന്ധം നിലനിർത്താൻ നമ്മളെല്ലാവരും ഒന്ന് കരുതി കൂട്ടി ശ്രമിക്കണം. ഞാൻ മനസ്സിൽ നിയത്താക്കണം, എന്റെ ഭർത്താവിന് ഞാൻ നല്ലൊരു ഭാര്യയായിട്ട് ഇനി കൂടുതൽ നല്ല അനുഭവങ്ങൾ പകർന്നു കൊടുക്കും. മക്കൾക്ക് നല്ല ഉമ്മയായി. ഇതെല്ലാം ഇബാദത്താണ്, എല്ലാം പ്രതിഫലമാണ്, ഇതെല്ലാം സ്വർഗം കിട്ടാനുള്ള സ്വർഗം. ഒരു 4 മണി സമയത്ത് ഹസ്സും മിസ്സും ചിൽഡ്രൻസും കൂടി ഇരുന്ന് ചായ കുടിക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ, ഒരു 10-20 മിനിറ്റ്, അതും ഫീ സബീലില്ലാഹിലാക്കി മാറ്റാൻ ഒരു വിശ്വാസിനിയായ പെണ്ണിന് സാധിക്കും. പൊന്നുമക്കളെ, ചായ കുടിച്ചതിന് ലാഭവും സമോസ തിന്നതിന് ലാഭമാകും, അക്കൗണ്ടിൽ പ്രതിഫലവും ആകും. സ്നേഹത്തോടെ ഭർത്താവിനെ ഇങ്ങനെ നോക്കിയാല്, പഠിച്ചവനെ എനിക്ക് അള്ളാഹു കൂട്ടി ഇണക്കി മഹർ കൂട്ടി കൽപ്പിച്ച് എനിക്ക് ഹലാലാക്കി തന്ന എന്റെ ഇണയാണല്ലോ റബ്ബേ, എന്ന സ്നേഹത്തെ എന്റെ നല്ല മക്കളുടെ ഉപ്പ ആണല്ലോ പഠിച്ചവനെ, എന്റെ ബ്ലെസ്സിങ്ങിൽ പ്രധാനപ്പെട്ട ആളാണല്ലോ ഇതെന്നിങ്ങനെ അങ്ങനെ അദ്ദേഹത്തിനോട് പറയൊന്നും വേണ്ട കേട്ടാ, പറഞ്ഞു കൊളവാക്കൊന്നും വേണ്ട. ഇതെപ്പോ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് പിന്നെ വേറെ വർത്താനമാകും. മനസ്സുകൊണ്ട് കൃതജ്ഞത, അള്ളാഹുവിനോട് നന്ദിയോടുകൂടി അങ്ങനെ പുള്ളിയെ നോക്കിയാൽ തന്നെ കാരുണ്യവാനായ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം എനിക്കും നിങ്ങൾക്കും കിട്ടും പൊന്നുമക്കളെ. അതുപോലെ തന്നെയാണ് മക്കള്, നല്ല മക്കള്. ഇത് ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതം നന്നാക്കണം. ഈ ഓരോ പേജിലും മനോഹരമായിട്ട് എഴുതി തീർക്കണമെന്ന് പറയുന്നത് പേന കൊണ്ട് എഴുതാനല്ല, ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ആ ഒരു പേജ് ഓരോ ദിവസം, ഒരേ പേജ് എന്ന് പറയുന്ന ഓരോ ദിവസം, നമ്മുടെ ആയുസിന്റെ ഓരോ നിമിഷങ്ങള്
അങ്ങനെ രാവിലെ സുബഹിക്ക് എഴുന്നേറ്റ് തഹജ്ജുദിന് എഴുന്നേറ്റ് രാത്രി ഇശാ നമസ്കാരം കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് അടുക്കളയെല്ലാം ക്ലീൻ ആക്കി കിടന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കറെ വന്ന് കിടക്കുമ്പോ ഒരു നിർവൃതി ഉണ്ടാകണം. ഇന്നത്തെ ഒരു ദിവസം അൽഹംദുലില്ലാ മാഷാ അല്ലാ. അപ്പൊ അപ്പോഴാ പറഞ്ഞു, ഞാനിന്ന് എന്റെ മോളോട് മോശമായിട്ട് സംസാരിച്ച, അല്ലെ മകന്റെ ഭാര്യയോട് എന്തെങ്കിലും കച്ചട കൂടിയ ഉടനെ തന്നെ മോളെ പൊന്നുമോളെ ഫോൺ വിളിച്ചിട്ട് അല്ലെ അടുത്ത് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഫോണിൽ വിളിച്ചിട്ട് മോളെ ക്ഷമിക്കണം കേട്ടാ എന്നൊക്കെ പറഞ്ഞ് ആരെയാണ് അസ്വസ്ഥപ്പെടുത്തിയിട്ട് ഉടനെ ക്ലിയർ ചെയ്യുക. അപ്പൊ തിന്മ ഡിലീറ്റ് ആയി, മായ്ച്ച് കിതാബിലുള്ള, അതായത് നമ്മളിപ്പോ എഴുതുമ്പോ തന്നെ നമ്മുടെ പേന കൊണ്ട് എന്തെങ്കിലും പെൻസിൽ കൊണ്ട് എന്തെങ്കിലും തെറ്റ് വന്നാൽ നമ്മൾ ഇറൈസർ വെച്ചങ്ങ് തുടച്ച് ക്ലീൻ ആക്കുന്നത് പോലെ നമ്മുടെ ഓരോ ദിവസം എന്തെങ്കിലും സംഭവിച്ച അപ്പോഴപ്പോഴപ്പോഴും ക്ഷമ ചോദിക്കണം. പിന്നെ ആ എഴുതിയിരിക്കുന്ന മനോഹരമായി ചെയ്ത ഓരോ നല്ല കാര്യങ്ങൾ നമ്മളെ സംതൃപ്തിപ്പെടുത്തുക. അൽഹംദുലില്ലാ തഖബ്ബൽ മിന്ന റബ്ബന തഖബ്ബൽ മിന്ന. ഇങ്ങനെ ഒരു ജീവിതം ഒന്ന് ജീവിച്ചു നോക്കിയേ, വളരെ സന്തോഷമായിരിക്കും. പ്രഷർ എല്ലാം കുറയും, കൊളസ്ട്രോൾ പോകും, ഷുഗർ നോർമലാകും. സത്യമാണ് ഞാൻ പറയുന്നത്. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ സകല ഉണ്ടാൻ വേണ്ടി എല്ലാ മുസീബത്തും മാറിക്കിട്ടും. ഇങ്ങനെ ജീവിക്കണം സമാധാനമായിട്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു 7 ദിവസം വ്യാഴാഴ്ച വരെ ഇങ്ങനെ വ്യാഴാഴ്ച അമലുകളെല്ലാം അള്ളാഹുലേക്ക് സമർപ്പിക്കപ്പെടുന്ന ദിവസമാണ് വ്യാഴാഴ്ച. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തിനാ നബിയെ താങ്കൾ വ്യാഴാഴ്ച നോമ്പെടുക്കുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, എന്റെ അമലുകളൊക്കെ അള്ളാഹിലേക്ക് സമർപ്പിക്കപ്പെടുന്ന ദിവസമാണ്. കിറാമൻ കാത്തിബീൻ, നന്മ നിന്ന് റെക്കോർഡാക്കുന്ന മലക്കുകൾ അവരുടെ ഡ്യൂട്ടികൾ ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്ന് അള്ളാഹുവിന് റിപ്പോർട്ട് സമർപ്പിക്കുന്ന ദിവസമാണിത്. അതുകൊണ്ട് എന്റെ റിപ്പോർട്ട് അള്ളാഹ്ക്ക് പോകുമ്പോ നോമ്പിനാൽ അത് പൊയ്ക്കൊള്ളട്ടെ ഓർത്തിട്ടാണ് ഞാൻ നോമ്പ് പിടിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് ആ വ്യാഴാഴ്ച ദിവസം കുറെ കൂടി ഇസ്തിഗ്ഫാറൊക്കെ ചെയ്ത് നോമ്പെടുക്കാൻ പറ്റുന്നവർ നോമ്പെടുത്തിട്ട് ഇസ്തിഗ്ഫാറൊക്കെ ചെയ്ത് കിതാബൊക്കെ ഒന്ന് ക്ലിയർ ആക്കിയിട്ട് പിറ്റേ ദിവസം വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിരുന്ന് ഒന്ന് അയവിറക്കിക്ക് വതബത്തൽ ഇലൈഹി തബ്തീല, റബ്ബുമായിട്ടൊന്ന് ഒഴിഞ്ഞിരുന്ന് കുറച്ച് സമയം മതി, ഒരു 15 മിനിറ്റ് അങ്ങനെ ഒന്ന് ഒഴിഞ്ഞിരുന്നേ, എന്തൊരു സുഖമായിരിക്കും. ഇന്നഹു അവ്വാബ്, അവർ മടങ്ങി വന്നവരാണ്. അല്ലാഹ് നമ്മളെ നോക്കി പറയും, അവർ ജീവിതം കാത്തു സൂക്ഷിച്ച ഉസ്ലിഫത്തുൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ, ഈ മുത്തഖീങ്ങളുടെ അടുത്തുണ്ട് സ്വർഗം. ഉസ്ലിഫത്തുൽ ജന്നത്തുൽ മുത്തഖീന ഗൈറ ബഗീർ, സ്വർഗം ഭക്തന്മാരോട് വളരെ അടുത്താണ്. ഹാദാ മാ തുവദൂന ലികുല്ലി അവ്വാബിൻ ഹഫീർ, വിശുദ്ധ ഖുർആൻ. ജീവിതം കാത്തു സൂക്ഷിച്ചവരാണ്, എന്നിലേക്ക് മടങ്ങി വന്നവരാണ്, നല്ല തീരുമാനങ്ങളൊക്കെ എടുത്തവരാണ്. സഹോദരിമാരെ, എല്ലാവർക്കും പറ്റും ഈ ദറജ കരസ്ഥമാക്കാം, എല്ലാവർക്കും പറ്റും. അള്ളാഹ് പറയുകയാണ്, ഇവർ ജീവിതം കാത്തു സൂക്ഷിച്ചവരാണ്. ആർക്കാണ് ഇതിൽ കൊതിയില്ലാത്തത്? കൊതിയുള്ളവരെല്ലാം അനുസരിച്ചോ. വീണ്ടും പറയുകയാണ് അള്ളാഹു, എന്താണ്? ഉദ്ഖുലൂഹാ മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്, അദൃശ്യമായ നിലയിൽ കാരുണ്യവാനായ അള്ളാഹുവിനെ ഭയപ്പെടുകയും താഴ്മയുള്ള ഹൃദയവുമായി ജീവിക്കുകയും ചെയ്തവരാണ്. ഉദ്ഖുലൂഹാ ബിസലാം ദാലിക യൗമുൽ ഖുലൂദ്, അവരോട് പറയും സമാധാനമായി, ഉദ്ഖുലൂഹാ ബിസലാം, ശാന്തിയോടുകൂടി നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ദാലിക യൗമുൽ ഖുലൂദ്, ഇത് ശാശ്വത വാസത്തിനുള്ള ദിവസമാണ്. ഈ ദിവസം സന്തോഷത്തോടെ നിങ്ങൾ പ്രവേശിച്ചു കൊള്ളുക. ലഹും മാ യശാഊന ഫീഹാ വലദൈനാ മസീദ്, അവർക്കവിടെ അവർ ഉദ്ദേശിക്കുന്നത് എല്ലാം ഉണ്ടായിരിക്കും. എന്റെ പക്കലാകട്ടെ വലദൈനാ മസീദ്, കൂടുതൽ സംഭവം ഞാൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹ് പറയുക, ഇതിനൊക്കെ എല്ലാവർക്കും പറ്റും. നമ്മളോർക്ക് ഇതെല്ലാം വലിയ ആൾക്കാർക്ക് മാത്രമാണ്. നല്ല ഈ വലിയ ആൾക്കാർ സാബിക്കൂന എന്നൊക്കെ പറഞ്ഞ ആൾക്കാരില്ലേ, നന്മയിലൊക്കെ മുന്നേറി എന്ന് പറഞ്ഞ ആൾക്കാര് ലൈവായിട്ട് പ്രവാചകനെ കണ്ട ആൾക്കാരാ. എന്നാലോചിക്കേ, നബിമാരെ കണ്ട ആൾക്കാർ, നബിയെ കണ്ട ആൾക്കാർ, ജിബിരിയിൽ വന്നങ്ങോട്ട് പോയ ഉടനെ തന്നെ ജിബിരിയിൽ പോയ സ്പോട്ടിൽ ഇരുന്ന് ജനങ്ങളോട് നബി സംസാരിച്ച്, നബിയെ കണ്ട് ജിബിരിയിൽ ഇറങ്ങുന്ന വഹിക്ക് സാക്ഷ്യം വഹിച്ച്, സ്വർഗനരകങ്ങളെ കുറിച്ച് നബിയുടെ നാവ് കൊണ്ട് പറയുന്ന കേട്ട് അപ്പോഴപ്പോഴുള്ള വഹി എഴുതിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാം പരലോകത്തെ സത്യപ്പെടുത്തി ജീവിച്ച് അവരുടെ മുമ്പിൽ നബി, നമ്മുടെ മുമ്പിൽ നബിയില്ല. നമ്മുടെ മുമ്പിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് 1400 ചില്ലാനം വർഷമായി. നമ്മുടെ മുമ്പില് നോക്ക്, പൈശാചികത ആകപ്പാട് കൊളവായി, ദുനിയാവ് മുഴുക്ക പല സംസ്കാരത്തിൽ ആളുകൾ ജീവിക്കുമ്പോൾ നമ്മളൊരു വേറിട്ട സംസ്കാരം, നമ്മൾ തിരിച്ചറിവില്ല. ആ പട്ടണവാസികൾ ആടിത്തുള്ളുന്നത് കണ്ടിട്ട് നിന്റെ ഹൃദയം അങ്ങോട്ട് പായിക്കണ്ട എന്ന ആയത്ത് നെഞ്ചിലേറ്റിയിട്ടുണ്ട്. മത്താഉൻ ഖലീൽ, കുറച്ചു നാളത്തെ വിഭവമാണ് സ്വന്തത്തോട് പറഞ്ഞുകൊണ്ട് സുമോവാഹും ജഹൻ, ആ ജനങ്ങളൊക്കെ ആടിത്തുള്ളി അവസാനം ജഹന്നമിലേക്കാ പോകുന്നത്. എനിക്കത് പോകാൻ പറ്റത്തില്ല. ലാക്കിനില്ലദീന തഖൗ റബ്ബഹും എന്ന ആയത്തൊക്കെ നെഞ്ചിലേറ്റിക്കൊണ്ട് ജീവിച്ചാൽ
ഒന്ന് സൂക്ഷിച്ച് ജീവിച്ച സഹോദരിമാരെ, പൊന്നുമക്കളെ, അള്ളാഹു നമുക്ക് ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കി തരും. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സ് നിറയെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പറയാൻ സമയം പരിമിതമാണ്. അതുകൊണ്ട് എനിക്ക് അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, ഈദ്ഗാഹിൽ പോകുമ്പോഴും നല്ല മനസ്സുണ്ടാകണം. ഈദ്ഗാഹിൽ ഇരുന്ന് സമയം കളയരുത്. എന്ത് വെയിൽ, എന്ത് ചൂട്, അതൊന്നും പറയരുത്. അതെല്ലാം അങ്ങോട്ടൊന്ന് സബൂറാക്കിയതുകൊണ്ട് നല്ല നിലക്ക് പ്രാർത്ഥിച്ച് നല്ല തീരുമാനമൊക്കെ എടുത്ത് നല്ല ഒരു ഫ്രഷ് കിതാബുമായിട്ട് മടങ്ങി വരുന്ന നല്ല കുട്ടികളായിട്ട് ഇൻഷാ അല്ലാഹ് ശവ്വാൽ ഒരു മാസം നല്ല മക്കളായിട്ട് നല്ല കുട്ടികളായിട്ട് ജീവിച്ച് ശവ്വാൽ ഒരു മാസം തീരുമ്പോൾ കണക്കെടുക്കണം. ഒരു മാസത്തെ കണക്ക്. ദിവസം കിടക്കാനൊരു ഒന്ന് ആത്മപരിശോധന ചെയ്യുക. ആഴ്ചയിൽ വെള്ളിയാഴ്ച പള്ളിയിൽ വന്നിരുന്ന ഒന്ന് ഹിസാബ് ഒന്നും കൂടി ക്ലിയർ ചെയ്യുക. ഈ ആഴ്ച വല്ലതും സംഭവിച്ചിട്ടുണ്ടെന്ന് ക്ലിയർ ചെയ്യുക. അങ്ങനെ 4 ആഴ്ച ഇങ്ങനെ പോയിട്ട് മാസം അവസാനിക്കുന്ന ദിവസം വ്യാഴാഴ്ച ഒരു നോമ്പും അങ്ങോട്ട് എടുക്കുക. സൂപ്പറാവും. സൂപ്പറാവും. മാസത്തിന്റെ അവസാനം ഒരു ശവ്വാൽ അവസാനിക്കുന്ന ലാസ്റ്റത്തെ വ്യാഴാഴ്ച നോമ്പെടുത്തിട്ട്, റബ്ബേ എന്റെ ഈ നോമ്പ് നീ സ്വീകരിക്കണം. ഞാൻ എന്തിനാണെന്ന് റഹ്മാനെ നോമ്പെടുത്തത്? എന്റെ കിതാബിൽ ഈ ഒരു മാസം നീ തന്ന ഫ്രഷ് കിതാബ് ഈദ്ഗാഹിൽ ഞാൻ വന്നപ്പോ നീ എനിക്ക് തന്നുവിട്ട എന്റെ കിതാബിനെ പറ്റി എനിക്ക് ഒരു നല്ല ബോധത്തോടെ ഞാൻ പറ്റുന്ന പോലൊക്കെ ചെയ്ത്, എന്നാലും അതിലെന്തെങ്കിലും വീഴ്ചയുണ്ടെങ്കിൽ ഈ നോമ്പ് അങ്ങോട്ട് സ്വീകരിക്കണ കാരുണ്യമാണ്. എന്നിട്ട് എന്റെ ഈ ഒരു മാസക്കാലത്ത് അതിന്റെ ആയുസ്സിലെ സമയം മുഴുവനും പുറത്ത് തന്നെ പഠിച്ചവനെ എന്നൊക്കെ അല്ലാഹുവായിട്ടൊന്ന് ഒന്നിങ്ങനെ പറഞ്ഞു നോക്കിയ പൊന്നുമക്കളെ, അള്ളാഹ്ക്ക് എന്ത് ഇഷ്ടം വരും നമ്മളോട് അള്ളാഹുവിന് എന്തൊരു ഇഷ്ടം ഉണ്ടാകും. ജീവിതം കാത്തു സൂക്ഷിച്ചവർ, ഇവർ ജീവിതം കാത്തു സൂക്ഷിച്ചവരാണ്. എന്നിട്ട് ഇന്നഹു അവ്വാബ് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയും കീർത്തനവും പാപമോചന പ്രാർത്ഥനയും ഹംദും തസ്ബീഹും തഹ്ലീലും കൊണ്ടൊക്കെ ജീവിതം നന്നാക്കുന്നവർ. സർവശക്തനായ അള്ളാഹു അതിനുള്ള നല്ല തൗഫീക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിലയേറി ഇനിയുള്ള നിമിഷങ്ങൾ, നിങ്ങളുടെ ഈദ്ഗാഹില് നിങ്ങൾ ഈ ഒരു മാനസികാവസ്ഥയെല്ലാം നിങ്ങൾക്ക് കൈവരിക്കാൻ ഞാൻ അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. യാത്രക്കാരുടെ ദുആ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് നിങ്ങൾ ഈ ഒരു റേഞ്ചിലോട്ട് എത്തുവാണെങ്കിൽ, നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഫീലിങ്സിൽ എനിക്കും കൂടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എനിക്കും കൂടി നിങ്ങളുടെ ദുആയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തണം. ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്റെ മനസ്സിന്റെ ആഗ്രഹം. അതനുസരിച്ച് എനിക്കും അങ്ങനെയൊക്കെ ചെയ്യാനുള്ള തൗഫീക്ക് നൽകാൻ, നല്ല നിലക്കൊരു മരണം കൈവരിക്കാൻ, നല്ല നിലക്ക് അള്ളാഹുവിന്റെ മഹത്തായി വചനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്ന ആ സമയത്ത് ലാസ്റ്റ് വചനം, മഹത്വമുടയവനായ അള്ളാഹുവേ, മഹാനായ അള്ളാഹുവേ, നീ അല്ലാതെ ആരാധനക്കർഹൻ മറ്റാരുമില്ല എന്ന ആപ്തവാക്യം കലിമ ഷഹാദത്തിൽ മരിക്കാൻ എന്നെ അനുഗ്രഹിക്കാൻ, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ, മക്കളോടൊപ്പം കുടുംബത്തോടൊപ്പം സ്വർഗത്തിലേക്ക്. സഹോദരിമാരെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈദ്ഗാഹിൽ ഇരുന്നു കൊണ്ട് നിങ്ങളുടെ പൊന്നുമ്മിച്ചാക്കും വാപ്പാക്കും ഉമ്മിക്കും വാപ്പയ്ക്കും ഉമ്മക്കും ഉപ്പക്കും വേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായിട്ടും ദുആ ചെയ്യണം കേട്ടാ. ഇതൊരു വസിയത്താണ്. നമ്മൾ ഉമ്മാക്കും വാപ്പായ്ക്കും വേണ്ടി ദുആ ചെയ്താൽ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുള്ളവരായിത്തീരും. നിങ്ങളുടെ ആഖിറത്തിന്റെ എന്ത് കാര്യവും ഈദ്ഗാഹിന് ചോദിച്ച ഉടനെ തന്നെ ഉമ്മായും വാപ്പായും, വയസ്സായ നമ്മുടെ ഉമ്മ വാപ്പ പൊന്നെ, അവർക്ക് വേണ്ടി ഇഷ്ടം പോലെ ദുആ ചെയ്യണം. ഒരു 5 മിനിറ്റ് 20 മിനിറ്റ് നിങ്ങൾ അവിടെ ഇരിക്കുന്ന 5 മിനിറ്റ് ഉമ്മക്കും വാപ്പാക്കും വേണ്ടി തന്നെ വെക്കണം, ഒഴിഞ്ഞു വെക്കണം. നമ്മുടെ ഉമ്മമാര് പലരും ജീവിച്ചിരിപ്പുണ്ട്, പലരും ഖബറിലാണ്. അള്ളാഹുവേ, ഈ ഈദ്ഗാഹിൽ നിന്റെ കോടി അനുഗ്രഹം ഇറങ്ങുന്ന എന്റെ ഉമ്മ ബർസഹിൽ ഖബറിലാണ്. റബ്ബേ, ആത്മാവിനെ സന്തോഷിപ്പിക്കണേ, സ്വർഗത്തിൽ നിന്ന് തണുത്ത കാറ്റ് സുഗന്ധവും ആ ഖബറിലേക്ക് അടിച്ചു വീശണേ റഹ്മാനെ, സുഖമായിട്ട് ഉറക്കണേ റബ്ബേ. സുന്ദസ് എന്ന പട്ടൊക്കെ ഒന്ന് പൊതിച്ച് റാഹത്തായിട്ട് ആ ബർസഹിൽ ആത്മാവിന് ഉറക്കണേ എന്നൊക്കെ നല്ല രീതിയിൽ നല്ല പോലെ നന്നായിട്ട് പ്രാർത്ഥിക്കണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുറാഹിമിനായ അള്ളാഹുവേ, ഇനിയുള്ള 3 ദിവസം ആത്മപരിശോധന നടത്തി ഞങ്ങളുടെ ഹൃദയം പൂർണ്ണമായിട്ട് നിന്നിലേക്ക് തിരിയാൻ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, നീ അതിനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. കാരുണ്യവാനായ ദയാപരനായ വഹാബായ അള്ളാഹുവേ, നല്ല നിലക്ക് ഞങ്ങൾ നോറ്റ നോമ്പിനെ നീ സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങൾ ചെയ്തിട്ടുള്ള കുഞ്ഞു അമലുകൾ, ഞങ്ങൾ ഇന്ന് റമദാൻ വിട പറയാൻ പോവുകയാണ് റഹ്മാനെ. ഞങ്ങൾക്കും കൂടി പാപമോചനം പ്രഖ്യാപിച്ച് റമദാൻ വന്നെത്തിയിട്ട് ഒരു മനുഷ്യന്റെ പാപം പൊറുത്തില്ലെങ്കിൽ അവൻ നാശമടയട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ കാമീം പറഞ്ഞിരിക്കുന്നു. ജിബ്രീലിന്റെ ദുആ കാമീം പറഞ്ഞു. റബ്ബേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ പെടുത്തല്ലേ റഹ്മാനെ. ഞങ്ങൾക്കും കൂടി പാപം മുഴുവനും പുറത്തു വന്നിട്ട് നിന്റെ ശ്രേഷ്ഠമായ ദിവസങ്ങൾ അവസാനിപ്പിക്കാവുള്ള റഹ്മാനെ. റമദാനിന്റെ അവസാനത്തെ പൊതുമാപ്പിൽ
ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മാതാപിതാക്കളെയും ഞങ്ങളുടെ ഭർത്താക്കന്മാരെയും നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റഹമുറാഹിമിനായ അള്ളാഹുവേ, സ്നേഹാനിധിയായ അള്ളാഹുവേ, ഏറ്റവും ഉന്നതമായ രീതിയിൽ, ഏറ്റവും മനോഹരമായ രീതിയിൽ, ഏറ്റവും നല്ല ആത്മീയ നിർവൃതിയിൽ ഈദ്ഗാഹിൽ വന്നു നിന്നുകൊണ്ട് നമസ്കരിച്ച് നിന്റെ പുരസ്കാരങ്ങൾ സമ്മാനം ഏറ്റുവാങ്ങാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ റഹ്മാനെ. അള്ളാഹുവെ, നിന്റെ വിശിഷ്ട അതിഥികളായ അടിമകളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ റഹ്മാനെ. അർഹമുറാഹിമിനായ അള്ളാഹുവേ, ആഖിറത്തിന്റെ എല്ലാ രംഗങ്ങളിലും മരണം തൊട്ട് തുടങ്ങി അള്ളാഹുവെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തപ്പെടും വരെയുള്ള എല്ലാ രംഗങ്ങളിലും, ഭയവിഹലമായ മീസാന്റെ ചവിട്ടിലും കിതാബ് വാങ്ങുന്ന രംഗത്തും, അള്ളാഹുവെ പടച്ചവനെ സിറാത്ത് കടക്കുന്ന രംഗത്തും എല്ലാം നിന്റെ സഹായം, നിന്റെ തണല്, നിന്റെ കാരുണ്യം ഞങ്ങളുടെ എല്ലാവരുടെ മേലും ചൊരിയണേ റഹ്മാനെ. അർഹമുറാഹിമിനായ അള്ളാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ സ്നേഹിക്കണേ റഹ്മാനെ. അള്ളാഹുവെ, ഈ റമദാനിന്റെ 1 മുതൽ റമദാൻ അവസാനം വരെ ഞങ്ങൾ എന്ത് അമല് ചെയ്താലും, എന്ത് അമല് സാലിഹാത്ത് ചെയ്താലും അതിന്റെ മിസില സവാബ് ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളാണ് റബ്ബേ ഞങ്ങളെ വിവേകം പഠിപ്പിച്ചവർ, ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് ഞങ്ങളെക്കാൾ പ്രാർത്ഥിച്ചവർ, ഞങ്ങളുടെ എല്ലാ ഉയർച്ചയ്ക്ക് പിന്നിലും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് തേങ്ങിക്കരഞ്ഞവർ റഹ്മാനായ റബ്ബേ. അവർക്ക് വേണ്ടി ഞങ്ങളൊന്നും തിരിച്ചു ചെയ്തിട്ടില്ല റഹ്മാനെ. അർഹമായ പ്രതിഫലം, അള്ളാഹുവെ, അർഹമായ പ്രതിഫലം ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ കൊടുക്കണേ റഹ്മാനെ. നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങളുടെ ഉപ്പയും ഉമ്മയും ഒരുമിപ്പിക്കണേ റഹ്മാനെ. റഹ്മാനായ റബ്ബേ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് റബ്ബേ നിന്റെ സ്വർഗത്തിലെ എല്ലാ സുഖാനുഭൂതികളും ആസ്വദിപ്പിക്കണേ റഹ്മാനെ. ജീവിച്ചിരിക്കുന്ന എല്ലാ ഉമ്മവാപ്പമാരുടെ ആയുസ്സിൽ ബർക്കത്തെയും ഹൃദയത്തിന് സമാധാനം കൊടുക്കുകയും രോഗങ്ങൾക്ക് ശിഫ കൊടുക്കുകയും ശരീരത്തിന് ആഫിയത്ത് നൽകുകയും ചെയ്യണേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ട മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകണേ റഹ്മാനെ. കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും മക്കളെ റഹ്മാനെ നിന്റെ ദീനിന് വേണ്ടി സ്വീകരിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ നിന്റെ ദീനിന്റെ കാവൽ ഭടന്മാരാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ നിന്റെ ദീനിന്റെ മാർഗത്തിൽ ദുനിയാവിന്റെ എല്ലാ സ്ഥലങ്ങളിലും ദീനെത്തിക്കാൻ സന്തോഷപൂർവ്വം സഞ്ചരിക്കുന്ന മക്കളാകണേ റഹ്മാനെ. അള്ളാഹു, നിന്റെ മാർഗത്തിൽ ചിലവഴിക്കാൻ, നിന്നെ ഓർത്ത് കരയാൻ, പരലോകത്തെ കുറിച്ച് അസ്വസ്ഥതപ്പെടാൻ ഞങ്ങളുടെ മക്കൾക്ക് തൗഫീക്ക് നൽകണേ റഹ്മാനെ. നിന്റെ സാധുക്കളെ സ്നേഹിക്കുന്ന, നിന്റെ പാതിരാത്രി നിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് കരഞ്ഞ് നമസ്കരിക്കുന്ന സച്ചരിതരായ മക്കളാക്കി ഞങ്ങളുടെ മക്കളെ വളർത്തിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കൾ സത്യം സ്വീകരിക്കുന്നവരും സത്യം പ്രകാശിപ്പിക്കുന്നവരുമാക്കണേ റഹ്മാനെ. ഖുർആൻ പഠിച്ചവരും അത് നിലനിർത്തുന്നവരുമാക്കണേ റഹ്മാനെ. റഹ്മുറാഹിമിനായ അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരുടെയും ഭർത്താക്കന്മാരെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഭർത്താക്കന്മാർ ഞങ്ങൾക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ നന്മകൾക്കും ഉപകാരങ്ങൾക്കും നീ കോടി നന്മ പകരം കൊടുക്കണേ റഹ്മാനെ. അവർ ഞങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളാണ് റഹ്മാനെ ചെയ്യുന്നത് റബ്ബേ. നീ അർഹമായ പ്രതിഫലം അവരുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കണേ റഹ്മാനെ. അവരുടെ കിതാബിനെ ധന്യമാക്കണേ റഹ്മാനെ. റഹ്മുറാഹിമിനായ അള്ളാഹു, ഞങ്ങളുടെ ആങ്ങളമാർ, ഞങ്ങളുടെ ആൺമക്കൾ, പടച്ചവനെ, ഇവരെല്ലാവരും നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. അള്ളാഹു, എന്നോട് ചോദിച്ചിട്ട് റഹ്മാനെ മതിയാകുന്നില്ല റബ്ബേ. നീ എല്ലാ അനുഗ്രഹവും ഞങ്ങളിലേക്ക് ചൊരിയണേ റഹ്മാനെ. നിന്റെ സക്കീനത്ത് കൊണ്ട് ഞങ്ങളെ പൊതിയണേ റഹ്മാനെ. മഗ്ഫിറത്തിന് ഉടമകളാക്കണേ റഹ്മാനെ. കാരുണ്യവാനെ, ഞങ്ങൾക്ക് നീ പൂർണ്ണമായും ഞങ്ങളുടെ കിതാബിൽ, ഞങ്ങളുടെ ആയുസ്സിലെ ഈ നിമിഷം വരെയുള്ളത്, അള്ളാഹുവെ, ഈ സെക്കൻഡ് വരെയുള്ളത്, ഞങ്ങളുടേത് മുഴുവനും എല്ലാം നീ പുറത്തു തന്നെ റഹ്മാനെ. ദയാപരനായ അള്ളാഹുവെ, ഇനി മുതൽ റമദാന് ശേഷമുള്ള എല്ലാ നിമിഷങ്ങളിലും ദിവസങ്ങളിലും സൂക്ഷ്മമായി നിന്നെ സ്നേഹിച്ച്, നിന്റെ ഇഷ്ടം കണ്ടറിഞ്ഞ് റബ്ബേ നിന്നെ തൃപ്തിപ്പെടുത്തി നീ പറഞ്ഞതൊക്കെ ചെയ്യാനുള്ള സന്മനസ്സും തൗഫീക്കും നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അതിൽ ഞങ്ങൾ ഉറപ്പിച്ചു നിർത്തണേ റബ്ബേ. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു, ഇസ്തിഖാമത്തോടുകൂടി അള്ളാഹുവെ ക്ഷാമത്തിനും ക്ഷേമത്തിനും നിന്നെ മുറുകെ പിടിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകണേ റഹ്മാനെ. നിന്നെ സ്നേഹിച്ചും നിന്നെ പേടിച്ചും നിന്നെ പ്രതീക്ഷിച്ചും അള്ളാഹുവേ അങ്ങനെ ഒരു ജീവിതം നയിക്കാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. കാരുണ്യവാനായ കരുണക്കടലായ റബ്ബേ, സർവ്വ സമുദ്രങ്ങളെക്കാൾ വലിയ സ്നേഹസമുദ്രമായ അള്ളാഹുവേ, നിന്റെ സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിഞ്ഞു തരണേ റഹ്മാനെ. നീ ഞങ്ങളെ സ്നേഹിച്ചാൽ ഞങ്ങൾ രക്ഷപ്പെട്ടു റബ്ബേ. എന്തൊരു കൊതിയാണ് റഹ്മാനെ. നീ ഞങ്ങളെ സ്നേഹിക്കണം റഹ്മാനെ. നീ ഞങ്ങളെ പരിഗണിക്കണം റഹ്മാനെ. നിന്നെ ഒരു നിമിഷം പോലും നീ ഞങ്ങളെ അവഗണിക്കരുത് റഹ്മാനെ.
നിന്റെ പരിഗണന കിട്ടാനുള്ള എല്ലാ സൽക്കർമ്മങ്ങളും എല്ലാ വർത്തമാനങ്ങളും എല്ലാ ചിന്തകളും കൊണ്ട് നിന്റെ പരിഗണനയെ സ്നേഹം നേടിയെടുക്കാൻ തൗഫീക്ക് നൽകണേ റഹ്മാനെ. അർഹമുർ-റാഹിമീനായ റബ്ബേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തെല്ലാം നന്മയായ കാര്യം നിന്നോട് ചോദിച്ചിട്ടുണ്ടോ റബ്ബേ, അതെല്ലാം ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെല്ലാം തിന്മയിൽ നിന്ന് നിന്നോട് കാവൽ തേടിയോ രക്ഷ തേടിയോ അതിൽ നിന്ന് ഞങ്ങളെ ലോക മുസ്ലിങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ദുആക്കളെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങൾ എല്ലാവരും ഈദ്ഗാഹിലേക്ക് വരാൻ കൊതിച്ചിരിക്കുകയാണ് റഹ്മാനെ. അർഹമുർ-റാഹിമീനെ, ഞങ്ങൾ ഈദ്ഗാഹിൽ വരുമ്പോ നീ നിറയെ സമ്മാനം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ പാപമെല്ലാം പുറത്തു വന്നും നിങ്ങളെ ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു ഞങ്ങളെ എല്ലാവരെയും നോക്കി നീ പ്രഖ്യാപിക്കണേ റബ്ബേ. പ്രതീക്ഷയോടെ ഞങ്ങൾ വരും റഹ്മാനെ. നീ ഞങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم فانصرنا يا خير الناصرين آمين برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين وآخر دعوانا الحمد لله رب العالمين برحمتك يا أرحم الراحمين. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നി ഉഹിബ്ബുക്കും